നല്ല രസമുള്ള കേസുകളാണ് എനിക്കിപ്പോൾ കിട്ടുന്നതൊക്കെ. അതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അത് കൂടിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും. അതുകൊണ്ട് വീണ്ടും വീണ്ടും എൻ്റെ സന്തോഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ കാലഘട്ടങ്ങളിൽ, പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ഇന്റർകാസ്റ്റ് മാരേജസ് ഒന്നും അധികം വരത്തില്ലായിരുന്നു, വല്ലപ്പോഴും. അത് വല്ല സിനിമയിലൊക്കെ കാണുന്ന പോലെ പാവപ്പെട്ട വീട്ടിലെ പെണ്ണിനെ പാണക്കാരൻ ചെറുക്കം കിട്ടിയതും വേലക്കാരത്തിന് മോളെ കിട്ടിയതും ഈ നീണ്ട കഥ ചെറുകഥയിലൊക്കെ വരുന്ന പോലെയുള്ള സംഭവങ്ങളാണ്. പക്ഷെ ഇപ്പൊ വരുന്ന അങ്ങനൊന്നും അല്ല. ഇപ്പൊ ജാതിയില്ല, മതമില്ല. അതെനിക്ക് നിങ്ങളുടെ ഒരു കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്. അതെന്നാ പറയാ, നമ്മൾ ഈ സ്കൂളിൽ ഒരു പ്ലഡ്ജ് എടുക്കൂല്ലോ രാവിലെ, എന്തുവാണ്, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അതെ, എല്ലാ ഇന്ത്യക്കാരനും സഹോദരി സഹോദരന്മാരാണെന്ന് പഠിക്കുമ്പോ പിന്നെ ജാതിയോ മതമോ നോക്കേണ്ട കാര്യമില്ല, അല്ലയോ മക്കളെ? അതിന് കുഴപ്പമൊന്നുമില്ല. പോട്ടെ, ചിരിക്കുകയാണോ? അതെ, അല്ല ഞാൻ പറഞ്ഞു തരാന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ കൂടുതലാണ്. പണ്ടൊക്കെ കേരളത്തെ പ്രതിനിധീകരിച്ച് കേരളത്തിന് വെളിയിൽ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ അഭിമാനത്തോടെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്. കേരളം സംസ്കാര സമ്പന്നരുടെ നാടാണ്, നല്ല കുടുംബ ബന്ധങ്ങളുടെ നാടാണ്, പാരമ്പര്യങ്ങളുടെ നാടാണ്, കലകളുടെ നാടാണ്, ദൈവത്തിന്റെ സ്വന്തം നാട്. വല്ലയിടത്തൊക്കെ ചെല്ലുമ്പോൾ വാചകടിക്കാൻ കൊള്ളാവുന്ന വിഷയം ഇതൊക്കെ. പക്ഷെ ഇപ്പൊ ഞാൻ അധികം പറയാറില്ല, ഇങ്ങനൊന്നും. പോകാറുണ്ട് പക്ഷെ പറയാറില്ല. കാരണം എന്നറിയോ, ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാണ്. ഏറ്റവും കൂടുതൽ വിവാഹമോചനത്തിന് കുടുംബ കോടതിയിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് കേരളത്തിലെ കോടതികളിലാണ്. ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഏഷ്യ എന്നാണ് വിവാഹമോചനത്തിന്റെ കാര്യത്തിൽ കേരളത്തെ വിശേഷിപ്പിക്കുക. ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന രാജ്യം ഇന്ത്യയും. ഏതാണ്ട് ഒരു 2006-2000 വരെ അഴിമതിക്ക് നമുക്ക് ഫസ്റ്റ് ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ബീഹാർ ഒന്ന് കൊണ്ടുപോയി 1ാം സ്ഥാനം. എന്നാൽ ഇപ്പം നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമ്മൾ ഏതാണ്ട് അതിൻ്റെ ഒരു നല്ല ട്രാക്കിൽ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ഇനിയിപ്പോൾ തിരിച്ചു പോകേണ്ട കാര്യമില്ല. എന്നാലും പേടിക്കൊന്നും വേണ്ട. 2-3 1ാം സ്ഥാനം സ്ഥിരമായിട്ട് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ. മക്കൾക്ക് അറിയില്ല അതെന്നാത്തിനൊക്കെയാന്ന് അറിയാവോ? ഏറ്റവും കൂടുതൽ കള്ളു കുടിച്ചിട്ടുള്ള അവാർഡ് നമുക്കാ. ഈ ആൺപിള്ളേരുടെ ചിരി കണ്ടാലേ ഞങ്ങൾ കാരണമാണ് ഈ അവാർഡ് കിട്ടിയെന്നൊരു അഹങ്കാരം ഉണ്ടോന്ന് എനിക്കൊരു സംശയം. അത്ര അഹങ്കാരം വേണ്ട. ഞങ്ങൾ സ്ത്രീകളോട് കഷ്ടപ്പെട്ടിട്ടാണ് അല്ലേ മക്കളെ ഈ അവാർഡ്. അത് ആണുങ്ങൾക്ക് മനസ്സിലാവില്ല പറഞ്ഞാല്. അതെ, ഇവിടെ മദ്യപിക്കുന്ന സ്ത്രീകളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനം നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. 2 വയസ്സുകാരി മുതൽ 80 വയസ്സുകാരി വരെ പീഡിപ്പിക്കപ്പെടുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്. അതെ, 2 വയസ്സുള്ള കൊച്ചിനെ കൊന്ന് മരപ്പൊത്തിൽ ഒളിപ്പിച്ചത് മുതൽ 85 വയസ്സുള്ള അമ്മച്ചി 8 പേര് ചേർന്ന് പീഡിപ്പിച്ച നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്. അപ്പൊ എനിക്ക് തോന്നാറുണ്ട്, ഞാൻ ഒത്തിരി യാത്രകൾ ഇങ്ങനെ പുറത്തൊക്കെ ചെയ്യുന്ന ആളാ. പക്ഷെ ഈ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് പുറത്തിറങ്ങി നടക്കാൻ. വേറെ ഞാനിപ്പോൾ കുറേ നാൾ ഓസ്ട്രേലിയയിലായിരുന്നു ഒരു പ്രോഗ്രാമായിട്ട്. ട്രാവൽ ചെയ്തത് മുഴുവൻ രാത്രികളിലാണ്. തന്നെയാണ് ട്രാവൽ ചെയ്തത്. ഒരു പേടി എനിക്ക് തോന്നിയില്ല. ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് സായിപ്പന്മാരുടെ ഇടയിൽ ഒന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞാൽ തന്നെ പോകണമെങ്കിൽ പേടിക്കേണ്ടി വരുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. കുടുംബത്തിനുള്ളിൽ പോലും കുട്ടികൾ സുരക്ഷിതരല്ല. നിങ്ങൾക്കറിയാം, സ്വന്തം അപ്പൻ മകളെ പീഡിപ്പിച്ചത് മുതൽ, കസിൻസ് പീഡിപ്പിച്ചത് മുതൽ, എനിക്കറിയില്ല 65-85 വയസ്സ് പ്രായമായ ചേട്ടന്മാര് കൊച്ചുകുട്ടികളെ പീഡിപ്പിച്ചത് മുതൽ. എനിക്ക് ഈ കഴിഞ്ഞ കുറെ നാൾ മുമ്പ് ഞാൻ പത്രത്തിൽ വായിച്ചൊരു വാർത്ത, 42 വയസ്സുള്ള ഒരു അമ്മ, വീട്ടമ്മ, മക്കളുണ്ട്, 12 വയസ്സുകാരനെ പീഡിപ്പിച്ചു. അപ്പൊ ഇതാണുങ്ങളുടെ മാത്രം കുത്തകയല്ല, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതെ, സ്ത്രീ പീഡനം മാത്രമല്ല, ഇവിടെ പുരുഷ പീഡനവും നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസുകളും ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാണ്. പരീക്ഷയിൽ തോറ്റാൽ ആത്മഹത്യ ചെയ്യും, വീട്ടിൽ വഴക്ക് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യും, ലാപ്ടോപ്പ് വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും, ബൈക്ക് വാങ്ങിച്ചു തന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും ആത്മഹത്യ ചെയ്യുന്നതിനൊരു രസം. കാരണം എനിക്കിപ്പോ തോന്നാറുണ്ട്, ഈ ബ്ലേഡിന് പണ്ടൊരു നല്ല ഉപയോഗം ഉണ്ടായിരുന്നു. ആണുങ്ങൾ ഷെയ്വ് ചെയ്യാൻ ഉപയോഗിക്കായിരുന്നു. ഇപ്പൊ അവർ ഈ ഡിസ്പോസിബിൾ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ പെൺകുട്ടികളാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്, ഞരമ്പ് കണ്ടിക്കാൻ. അതെ, ഞരമ്പ് കണ്ടിക്കുക അതൊരു ഫാഷനായിട്ട് മാറിയിരിക്കുക. ഞരമ്പ് കണ്ടിക്കാൻ മാത്രമല്ല കേട്ടോ, അമ്മയുടെ അപ്പൻ്റെയും പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും ഗുളിക തിന്നുക.
ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു പെണ്ണ്, അവള് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവള് ഏതാണ്ട് 90% മേൽ മാർക്ക് വാങ്ങി പഠിക്കുന്ന ഒരു കുട്ടി. അവള് 32 പാരസെറ്റമോൾ തിന്നു ചാവാൻ വേണ്ടി ചെയ്തതാണ്. 32 പാരസെറ്റമോൾ തിന്നു, ചത്തില്ല, ഹോസ്പിറ്റലിലൊക്കെ പോയി. അങ്ങനെ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നതാ. അപ്പൊ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, നിന്നോട് ആരാ പറഞ്ഞ 32 പാരസെറ്റമോൾ തിന്നാ ചത്തൂന്ന്? അപ്പൊ അവള് പറഞ്ഞു, എന്നോട് ആരാണ്ട് പറഞ്ഞു 15 എണ്ണം തിന്നാ ചത്തൂന്ന്. ഞാൻ പറഞ്ഞ പിന്നെ നീ 32 എണ്ണം നിന്ന് വെറുതെ പോയില്ലേ? 32 പാരസെറ്റമോള്. ഞാൻ പറഞ്ഞ എടി വെച്ച പാരസെറ്റമോൾ തിന്നാലൊന്നും ചത്തുപോയില്ല. അത് നീ വല്ലയിടത്തും കേട്ടെങ്കിൽ അതൊരു സ്ലോ ഡെത്ത് ആണ്. കൂടുതൽ പാരസെറ്റമോൾ തിന്നുമ്പോൾ അത് നമ്മുടെ കിഡ്നിയെ ബാധിക്കും, നമ്മുടെ സിസ്റ്റത്തെ ബാധിക്കും. അങ്ങനെ പതുക്കെ പതുക്കെ ചാവത്തുള്ളൂ. അല്ലാതെ ഇടപെടാന്ന് ചാവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല വിഷം കുടിക്കുന്ന അല്ലേ ശരിക്കും. അല്ലെ ഫൊറഡാനൊക്കെ തിന്നുന്നത് നല്ലതാണ് കേട്ടോ. രുചി ഇച്ചിരി ഇല്ലെന്നേ ഉള്ളൂ. എൻ്റെ മക്കൾ ഇനി അങ്ങനെ വല്ല വേണ്ടേ? എന്തായാലും ഞാൻ പറഞ്ഞത് ഈ പാരസെറ്റമോളും ഈ അമ്മയുടെ പ്രഷറിന്റെ ഗുളികയൊന്നും തിന്ന് വെറുതെ കാശ് മുടക്കി അങ്ങനത്തെ മണ്ടത്തരം കാണിക്കാതിരിക്കാൻ വേണ്ടിയാ പറയുന്നത്. എത്ര കേസുകളാ ഇപ്പൊ ഈ പിള്ളേരുടെ കേസുകൾ ഇങ്ങനെ വരുന്നതെന്ന് അറിയോ? അതുകൊണ്ട് എനിക്കിപ്പോൾ ഉള്ളൊരു ഒരു കുഴപ്പമെന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, കുട്ടികളുടെ ഇടയിൽ ക്രിമിനലിസം വളരുകയാണ്. ക്രിമിനലിസം പൊതുവിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുറ്റകൃത്യങ്ങള് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്രിമിനലിസം എന്ന് പറയുമ്പോൾ നമ്മൾ പേപ്പറിൽ കാണുന്ന കാര്യങ്ങള് വളരെ കുറച്ച് പേപ്പറിൽ വരുന്നുള്ളതാണ് എൻ്റെ വിചാരം. അതിനേക്കാളൊക്കെ കൂടുതൽ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ജീവന് വിലയില്ലാത്തൊരു കാലം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിലയില്ലാത്തൊരു സാധനം മനുഷ്യജീവനാണ്. അതെ. അപ്പൊ അത്രമാത്രം ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ്, ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യ, പിന്നെ പറഞ്ഞ പോലെ അമ്മയെ തട്ടിയ മകന്, കാമുകനെ ഈയിടെ പ്രേമാഭ്യർത്ഥന നിരസിച്ചതിന് നമ്മൾ ചെങ്ങന്നൂർ ഏത് ഭാഗത്ത് ഞാൻ വായിച്ചല്ലോ പേപ്പറിൽ, ഒരു പയ്യന് കാമുകിയെ തട്ടാൻ വേണ്ടി പോയിട്ട് അപ്പനാണ് മരിച്ചത്. നിങ്ങൾ വായിച്ചില്ലായിരുന്നോ പേപ്പറില്? സ്കൂട്ടറിൽ തിരുവല്ലയിലേക്ക് വരുന്ന വഴിയിൽ ആക്രമിച്ച ഒരു കേസ്. അപ്പൊ ഇങ്ങനെയൊക്കെ പത്രത്തിൽ വായിക്കുമ്പം എനിക്ക് തോന്നാറുണ്ട്, കുട്ടികളുടെ ഇടയിലെന്നോ അല്ലെങ്കിൽ മുതിർന്നവരുടെ ഇടയിൽ നിന്നോ വ്യത്യാസമില്ലാതെ ക്രിമിനലിസം വളരുന്നു. പക്ഷെ ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആയി പോകുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ കാണുന്ന ക്രിമിനൽസിന്റെ ഇടയിൽ വിദ്യാഭ്യാസം കൂടിയ പിള്ളേരെ ഞാൻ കാണുന്നു. ഈയിടെ ഞാനൊരു ഫംഗ്ഷന് പങ്കെടുക്കുമ്പോൾ അത് ഇനോഗ്രേറ്റ് ചെയ്യാമെന്ന ഒരു പോലീസ് ഓഫീസറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, 28 വയസ്സുകാരനായ എംടെക് ബിരുദധാരിയായ ഒരാളാണ് ഒരു ഡിസ്ട്രിക്റ്റിലെ കേസുകളുടെ മുഴുവൻ സൂത്രധാരകനെന്ന്. അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം, 28 വയസ്സുള്ള എംടെക് ബിരുദധാരി എന്തുകൊണ്ട് ക്രിമിനലായി? ബിടെക് വരെ പഠിക്കുന്ന കുട്ടി എന്തുകൊണ്ട് കൊലപാതകിയായി? എല്ലാത്തിനും A+ വാങ്ങിക്കുന്ന ഒരു കുട്ടി എന്തുകൊണ്ട് കൊലപാതകിയായി? അപ്പൊ വിദ്യാഭ്യാസം നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്നില്ല, അല്ലേ? ശരിയല്ലേ? ഇപ്പൊ വിദ്യാഭ്യാസം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്കിപ്പോ തോന്നുന്ന ഒരു കാര്യം എന്താ പറയുക, ഇന്നത്തെ പിള്ളേർക്ക് വിദ്യാഭ്യാസം വേണ്ടുവോളം ഉണ്ട്. പക്ഷെ വിവരം എന്ന് പറഞ്ഞൊരു സൂത്രം അടുക്ക കൂടെ പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ കേസൊക്കെ വരുവാ. ഈ കുറെ നാൾ മുമ്പ് വന്നൊരു കേസായി, 22 വയസ്സുകാരി 56 വയസ്സുകാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണ് 38 വയസ്സുകാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഈയിടെ വന്ന വേറൊരു കേസ് ഉണ്ടായിരുന്നു, അതില് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിന് 18 കാമുകന്മാര്. ദൈവമേ, അവിടെ കയ്യിൽ 11 സിം കാർഡ്, 3 മൊബൈൽ. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കേസ് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ, വേറെ ഒന്നും ഞാൻ പറയില്ല. ഇതൊക്കെ എൻ്റെ അടുത്ത് വന്ന കേസുകളാണ്. അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ, ഞാനൊരു കെട്ടിയവനെ കൈകാര്യം ചെയ്യാൻ എന്ത് പാടുപെടുന്നുണ്ട്. ഈ പെണ്ണങ്ങനെ 18 കാമുകന്മാരെ ഒരേ സമയത്ത്. അതെ. അപ്പം എന്നിട്ടുള്ള രസം എന്നാന്ന് ചോദിച്ചാല്, അവള് ഈ പ്രേമിക്കുന്നത് ഇനി ആൺപിള്ളേരെ ഓർക്കുന്ന കൂടെ പഠിക്കുന്ന ചെറുക്കന്മാരെ ഒന്നും അല്ല കേട്ടോ. നിങ്ങളൊന്നും അല്ല അവരുടെ ഹൃദയം കവരുന്നത്, അങ്ങനൊന്നും വിചാരിക്കണ്ട. അത് കെട്ടിടം തൊഴിലാളികൾ തൊട്ട് ഇങ്ങനെ ഇങ്ങനെ വേറെ വേറെ പല പാർട്ടികളാണ്. എന്നിട്ട് അവള് തെങ്കാശിക്കാരൻ ഒരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ഒരു രാത്രി മുഴുവൻ അയാളെ ചാരി ഇരുന്നിട്ട് കേരള പോലീസിന് ഒരു സംശയവും തോന്നിയില്ല അത്രേ. അവസാനം തെങ്കാശി പോയി പിടിച്ചോണ്ട് വന്നു. ജനമൈത്രി പോലീസിന്റെ സംരക്ഷണയിൽ പെണ്ണും അയാള് പ്രായപൂർത്തിയാകാത്ത പെണ്ണിനെ പീഡിപ്പിച്ചതിനകത്ത് പത്രത്തിൽ വന്ന ന്യൂസാ. ഈ പെൺകുട്ടിയെ ഞാൻ കൗൺസിലിംഗ് നടത്തിയതാ. അപ്പൊ എനിക്ക് തോന്നിയത്, വെറും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു നരന്ത് കുട്ടിയാണ്. അവൾ എന്തൊക്കെ പൊല്ലാപ്പുകളാ ഒപ്പിച്ചു വെക്കുന്നത്. ഇങ്ങനെ ഒത്തിരി കേസുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാവുന്നിടത്തോളം കുട്ടികളുടെ ഇടയിൽ കൊട്ടേഷൻ സംഘങ്ങൾ കൂടുന്നു. കൊട്ടേഷൻ സംഘങ്ങൾ. ഈയിടെ ഒരു സ്കൂളിൽ ചെന്നപ്പോഴ് പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു, കൊട്ടേഷന്റെ ആൾക്കാരുണ്ടെന്ന് ഇവിടെ.
നിങ്ങളുടെ ഇടയിലുണ്ടോ? ഉണ്ടല്ലേ. സൂക്ഷിച്ചു വേണോ ഞാനിവിടെ നിൽക്കാൻ. തലയ്ക്ക് ഇത്ര, കാലിന് ഇത്ര, കൈക്ക് ഇത്ര, ഓരോ ഭാഗത്തിനും വില വെക്കുന്ന കാലമാണ്. അതെ, വില അങ്ങനെ വില കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഈ കാലഘട്ടങ്ങളില്, കുട്ടികളുടെ ഇടയിൽ കുറ്റകൃത്യങ്ങളും വഷളത്തരങ്ങളും കൂടുന്ന ഈ കാലഘട്ടത്തില് ഇതിനെയൊക്കെ ശക്തമായിട്ട് നേരിടാനും അതിജീവിച്ച് ജീവിത വിജയം നേടാനും ആവണം അല്ലേ? ഓക്കെ, നിങ്ങളൊക്കെ പഠിക്കുന്ന പിള്ളേരാണോ? ആണോ? പഠിക്കുന്ന പിള്ളേരാണോ എന്ന് ചോദിച്ചാൽ സ്കൂളിൽ പോകുന്ന പിള്ളേരാണോ എന്നാ ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം. പഠിക്കുന്ന പിള്ളേരുടെ ചോദിച്ചപ്പോ അല്ലത്, എനിക്കറിയാമോ നിങ്ങൾ പഠിക്കുന്നില്ലെന്ന്. അതെ, അതല്ല ഞാൻ ചോദിച്ചത്. നിങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന പിള്ളേരാണോ? അതെ. എന്തിനാണാവോ പഠിക്കുന്നത്? വലിയ നിലയിലെത്താൻ ഒരാൾ, അതിന് ലിഫ്റ്റ് വെച്ച് കയറിയാ പോരെ? വലിയ നിലയിലെത്താനാണ് പഠിക്കുന്നത്. പിന്നെ മകളെന്നാ പറഞ്ഞേ? ജോലി കിട്ടാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, ആൺകുട്ടികളോ? പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല, ഇതിനും സമയം പോണ്ടല്ലേ. എന്തിനാ മക്കളെ പഠിക്കുന്നേ? ജോലി കിട്ടാൻ പഠിക്കുന്നുണ്ട്. കാശുണ്ടാക്കണ്ടേ? പിന്നല്ലാണ്ട് കാശുണ്ടാക്കാൻ പഠിക്കുന്നുണ്ട്, ജോലി കിട്ടാൻ പഠിക്കുന്നുണ്ട്, അറിവ് നേടാൻ പഠിക്കുന്ന വല്ലവരും ഉണ്ടോ ഇതിനകത്ത്? ഉണ്ടോ? അതാരാണാവോ അറിവ് നേടാൻ പഠിക്കുന്നേ? എല്ലാവരുടെയും ലക്ഷ്യം ജോലിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ സാംസ്കാരിക മൂല്യങ്ങളെ വികസിപ്പിച്ച് വസ്തുതകളെ കൈകാര്യം ചെയ്യുവാനുള്ള നമ്മുടെ കഴിവിനെ വളർത്തി നാടിന്, നാട്ടുകാർക്ക്, കുടുംബത്തിന്, സമൂഹത്തിന്, സമുദായത്തിന് പ്രയോജനമുള്ളവരാക്കി തീർക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. മനസ്സിലായല്ലോ? വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ലൊരു സംസ്കാരം ഉണ്ടാക്കി തരിക, നല്ലൊരു കൾച്ചർ ഉണ്ടാക്കി തരിക, നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനം ഉണ്ടാക്കി കൊടുക്കുക. വേറൊരു തരത്തിൽ പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അവനവന്റെ ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ സഹായിക്കലാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരു വ്യക്തിയെ അവനവന്റെ ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ സഹായിക്കലാണ് എഡ്യൂക്കേഷൻ. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ പ്രശ്നങ്ങളുണ്ട്, ശരിയല്ലേ? ഉണ്ടോ? പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കുക കാണട്ടെ. അപ്പൊ എല്ലാവർക്കും പ്രശ്നമുണ്ടല്ലേ? പക്ഷെ നമ്മളിത് ആരോടും പറയാറൊന്നുമില്ല. പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ടോ? ഇല്ല. നമ്മള് മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട്. നിങ്ങളും ഞാനും ഒക്കെ ഒരു പരിധിവരെ നന്നായി അഭിനയിക്കാൻ പഠിച്ചിരിക്കുന്നു. നന്നായി അഭിനയിക്കുന്നവരാണ് നമ്മള്. ഒരുപക്ഷെ നമ്മുടെ അച്ഛന്റെ മദ്യപാനമായിരിക്കാം നമ്മുടെ പ്രശ്നം, അല്ലെങ്കിൽ അമ്മ പിണങ്ങി പോയതായിരിക്കാം നമ്മുടെ പ്രശ്നം, അച്ഛൻ ഇട്ടിട്ട് പോയതായിരിക്കാം നമ്മുടെ പ്രശ്നം, സാമ്പത്തിക ബാധ്യതകൾ, കടബാധ്യതകളായിരിക്കാം നമ്മുടെ പ്രശ്നം, അമ്മയുടെ അച്ഛന്റെ രോഗമായിരിക്കാം നമ്മുടെ പ്രശ്നം, അല്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം പ്രശ്നം. നമുക്കെല്ലാവർക്കും നമ്മുടേതായ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെയൊക്കെ തൻ്റെ ഇടമായി ധൈര്യമായി നേരിടാനുള്ള ആത്മവിശ്വാസം ആർജിക്കലാണ് എഡ്യൂക്കേഷൻ. മനസ്സിലായല്ലോ? എഡ്യൂക്കേഷൻ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എഡ്യൂക്കേഷൻ ഉള്ള ഒരാൾക്ക് നല്ലൊരു പെരുമാറ്റ ചിട്ടകൾ ഉണ്ടാവും അല്ലേ? കാര്യങ്ങളെ ഗൗരവത്തോടെ കാണാൻ പറ്റും അല്ലേ? പൊട്ടത്തരമൊന്നും പറയില്ല, മണ്ടത്തരമൊന്നും കാണിക്കില്ല. അതെ, അവർക്ക് ഡിസിഷൻസ് എടുക്കാനുള്ള കഴിവുണ്ടാവും, തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടാവും. അപ്പൊ എൻ്റെ കുട്ടികളോട് ഞാൻ പറയുന്നത് എല്ലാത്തിനും കൊള്ളാവുന്നവരായി മാറണം. അതാണ് എഡ്യൂക്കേഷന്റെ ലക്ഷ്യം. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ പഠിക്കുന്നത് ജോലി വാങ്ങിക്കാനാന്ന് പറഞ്ഞു. എന്റെയൊക്കെ സമയത്ത് ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യം. നിങ്ങളെ പോലുള്ള സമയമല്ല ഞങ്ങളുടെ സമയം. ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ജോലിക്ക് ആപ്ലിക്കേഷൻ അയച്ച് വളരെ നാളുകൾ വീട്ടിൽ കാത്തിരിക്കും. പോസ്റ്റ്മാനാണ് അതിന്റെ മറുപടി കൊണ്ടുവരുന്നത്. നീണ്ട കവറുമായി പോസ്റ്റ്മാൻ പടി കടന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ച ആപ്ലിക്കേഷനുള്ള മറുപടിയായി എന്നാണ്. അങ്ങനെ ജോലി വീട്ടിലേക്ക് പോസ്റ്റ്മാൻ കൊണ്ടു തന്നിരുന്ന ഒരു കാലം, ആപ്ലിക്കേഷൻ അയച്ച് കാത്തിരിക്കുന്ന ഒരു കാലം, ആ കാലഘട്ടം പഴഞ്ചൻ കാലഘട്ടമാണ്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പഠിക്കുന്ന കുട്ടികളെ തേടി ഇങ്ങോട്ട് ജോലി വരുന്ന കാലമാണ്. പഠിക്കുന്ന കുട്ടികളെ തേടി ജോലി ഇങ്ങോട്ട് വരുന്നു. പല കോളേജുകളിലും ഗ്രാജുവേഷന് ശേഷം
വരുന്ന പ്ലേസ്മെന്റിൽ പോലും നല്ല ജോലി കിട്ടുന്നു. ഇന്നലെ ഇതുപോലെ ആരോടോ സംസാരിച്ചപ്പോഴേ ബാംഗ്ലൂർ ക്രൈസ്റ്റിൽ പഠിക്കുന്ന ഒരു പയ്യന്, ബികോമിന് പഠിക്കുന്ന പയ്യൻ, അവൻ 70,000 റുപ്പീസിൽ അവൻ പ്ലേസ്മെന്റോടെ പുറത്തു വരുന്നു എന്ന് പറഞ്ഞു. വെറും ബികോമേ ഉള്ളൂ, ഗ്രാജുവേഷൻ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ബികോം അല്ലെ MBA MCA അല്ലെ എഞ്ചിനീയറിംഗ് MTech BTech ഇതൊക്കെ കഴിയുമ്പോൾ പ്ലേസ്മെന്റ് കൊടുക്കുന്ന ഒരു കാലമാണ്. അപ്പൊ നമ്മളെ തേടി വലിയ വലിയ കമ്പനികൾ ഇങ്ങോട്ട് വന്ന് നമ്മളെ പെറുക്കിക്കൊണ്ടുവന്ന കാലവാ. ഇപ്പൊ ജോലി അന്വേഷിച്ച് എന്റെ പിള്ളേർ ബുദ്ധിമുട്ടേണ്ടി വരത്തൊന്നുമില്ല. പക്ഷെ നന്നായി പഠിച്ചാല് ജോലി ഇങ്ങോട്ട് വന്നിരിക്കും. പക്ഷെ അതിന് വേണ്ട 3-4 കാര്യങ്ങളെ കുറിച്ച് ഞാൻ ആദ്യം ഒന്ന് പറയുക. ഒന്ന് IQ ആണ്. IQ എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാം? IQ അതെ, നമ്മുടെ ബുദ്ധിയുടെ ലെവലാണ് അല്ലെ, ഇന്റലിജൻസ്. അത് ഉണ്ടാവണം. അത് പുസ്തകത്തിലെ നോളജ് കൊണ്ട് മാത്രം ഉണ്ടാവുന്നതല്ല. ധാരാളം വായനകളിലൂടെ, നല്ല നല്ല കാര്യങ്ങളിൽ വായിക്കുന്നത് വഴി, പഠിക്കുന്നത് വഴി, ചാനലുകളിൽ തന്നെ ധാരാളം നല്ല ചാനലുകളുണ്ട്, അറിവ് കിട്ടുന്ന ചാനലുകളുണ്ട്. അതിലൂടെയൊക്കെ നിങ്ങളുടെ ബുദ്ധി വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് ഇന്റലിജൻസ് ആണ്. രണ്ടാമത്തത്, പ്ലേസ്മെന്റിന് വരുന്നവരെ ഇന്റർവ്യൂ നടത്തുമ്പോൾ നോക്കുന്നത് നമ്മുടെ ഇമോഷണൽ മച്യൂരിറ്റിയാണ്. EQ എന്ന് പറയും. EQ എന്ന് പറയുന്നത് വൈകാരിക പക്വതയാണ്. ഒരു പ്രശ്നത്തെ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു തന്നാൽ അതിനെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള രീതിയാണത്. അതായത് ഒരു പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഓഫീസ് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല, ജോലിക്കാരെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല, ഓഫീസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് വൈകാരിക പക്വത വേണം. വെയിലത്ത് വാടുന്ന, മഴയത്ത് തുമ്മല് വരുന്ന, മഞ്ഞത്ത് ഇറങ്ങാൻ പറ്റില്ലാത്ത ഒരു പയ്യന് പറ്റില്ല. നല്ല കരുത്ത് വേണം നമുക്ക്. ശാരീരികവും മാനസികമായ ആരോഗ്യം വേണം. ഇമോഷൻസിനെ വേണം കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ മൂന്നാമത്തത് RQ എന്ന് പറയും. RQ എന്ന് പറയുന്നത് ബന്ധങ്ങളെ നിങ്ങൾ എങ്ങനെ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാ. ബന്ധങ്ങള്, മാതാപിതാക്കളോട് ബന്ധങ്ങളുണ്ട്, അധ്യാപകരോട് നമുക്ക് ബന്ധമുണ്ട്, അധികാരികളോട്, കൂട്ടുകാരോട്, സമൂഹത്തോട്. നമുക്ക് ഒറ്റപ്പെട്ട് ജീവിക്കാനാവില്ല. നമുക്ക് ഇവരോടെല്ലാം കടമയും കടപ്പാടും ഒക്കെ ഉണ്ട്. ആ ബന്ധങ്ങളെ നിങ്ങൾ എങ്ങനെ കീപ്പ് ചെയ്യുന്നു? കഴിഞ്ഞ ദിവസം എനിക്കൊരു കൗൺസിലിങ്ങിന് വന്ന പെൺകുട്ടിയെ പെട്ടെന്ന് ഞാൻ മനസ്സിലോർത്തു. അപ്പനോടും അമ്മയോടും വെറുപ്പാണ്. വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോയതാണ്. അത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അപ്പൻ ഷൗട്ട് ചെയ്യുന്നു, അതല്ലാതെ വേറെ കാരണങ്ങളൊന്നും അമ്മ പറയുന്നില്ല. അമ്മൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പൻ കള്ളു കുടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല. മാഡം ആകെ 10,000-6,000 രൂപ ശമ്പളമുള്ള മനുഷ്യനാണ്. ഈ 2 കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, വീട് നോക്കണം, അപ്പനെ നോക്കണം. ആ മനുഷ്യനൊന്നും ആഹാരം പോലും കഴിക്കുന്നില്ല. അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ എല്ലാവരെയും നോക്കുന്നത്. അങ്ങേര് ചിലപ്പോൾ ഇച്ചിരി ഉറക്ക വർത്താനം പറഞ്ഞെന്നിരിക്കും, അവളെ പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ട് വന്നില്ല ദേഷ്യപ്പെട്ടെന്നിരിക്കും. അതല്ലാതെ വീട്ടിലൊരു പ്രശ്നമില്ല. പക്ഷെ ഇവള് ഒത്തിരി കള്ളം പറയുന്ന ഒരു കുട്ടിയാണ്. അവളുടെ മിസ്സിന് എടുത്തിയെന്ന് പറഞ്ഞു, എന്നെ വീട്ടിലിട്ട് പൂട്ടുന്നു, എന്നെ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. മിസ് അതെല്ലാം ഓർത്ത് നേരാണെന്ന് കരുതി പാരന്റ്സിനെയൊക്കെ വിളിപ്പിച്ച് എൻ്റെ അടുത്ത് വിട്ടതാണ്. അപ്പം ഈ കുട്ടി പറയുന്നതിൽ പലതും ശരിയല്ല. പക്ഷെ അവൾ എന്നോട് പറഞ്ഞു, കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോവില്ല എൻ്റെ പേരൻസിൻ്റെ കൂടെ. ഞാൻ പറഞ്ഞു, നീ തിരിച്ചു പോകും, തിരിച്ചു പോയേ പറ്റൂ. കാരണം നിനക്ക് ജന്മം തന്ന പേരൻസിനോട് നിനക്ക് ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട്, കടപ്പാടുണ്ട്. മാതാപിതാക്കൾ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാ മക്കളെ? നമ്മുടെ മാതാപിതാക്കൾ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടി ആണല്ലോ. ഞാനും അങ്ങനെ എൻ്റെ മക്കൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. നമ്മൾ ഇടുന്ന വസ്ത്രം തൊട്ട്, നമ്മൾ കഴിക്കുന്ന ആഹാരം തൊട്ട്, നമ്മൾ അനുഭവിക്കുന്ന സൗകര്യങ്ങളെല്ലാം തന്നെ അവരുടെ ഔദാര്യമാണ്. ആരുടെ ഔദാര്യ? പേരൻസിന്റെ ഔദാര്യമാണ്. സ്വന്തമായിട്ട് വല്ലതും ഉണ്ടോ? അവർക്ക് വഴക്ക് പറയാൻ അവകാശമുണ്ടോ? തല്ലാൻ അവകാശമുണ്ടോ? ഉണ്ട്. അപ്പം മാതാപിതാക്കൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. ബന്ധങ്ങൾ നന്നായിട്ട് ഉണ്ടാവണം. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം ബൈബിളിൽ പറയുന്നത് മുഴുവൻ മാതാപിതാക്കളോടുള്ള കടമകളാണ്. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കുവിൻ. അമ്മയെ ബഹുമാനിക്കുന്നവൻ ബഹുമാനം കൂട്ടിവെക്കുന്നു. അതെ, മാതാപിതാക്കളെ ധിക്കരിക്കുന്നവൻ അപമാനം വരുത്തി വെക്കുന്നു. അവിടെ പറയുന്നു, നിന്റെ അമ്മയുടെ വേദന നിന്റെ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കും. നിന്റെ മാതാപിതാക്കളുടെ കണ്ണുനീര് 7 തലമുറ വരെ
നിന്നെ ഒരു ശാപമായി പിന്തുടരാം. അതുകൊണ്ട് കുട്ടികളോട് പറയുന്നത്, എൻ്റെ അടുത്ത് വരുന്ന പിള്ളേർ ചിലപ്പോൾ പറയും, അല്ലല്ലോ എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ല ആൻറ്റി, ശകലം പോലും ഇഷ്ടമില്ല, അവനോടാ ഇഷ്ടം. അങ്ങനെ ആമ്പിള്ളേർ പറഞ്ഞു, ഞങ്ങളോട് ഒട്ട് ശകലം പോലും ഇഷ്ടമില്ല ആൻറ്റി, ശകലം പോലും ഇഷ്ടമില്ല, അമ്മ അഴുക്ക, അപ്പനഴുക്ക. എനിക്കിപ്പോ പലപ്പോഴും തോന്നാറുണ്ട്, മാതാപിതാക്കൾ ശത്രുപക്ഷത്താ. മാതാപിതാക്കളെ ശത്രുക്കളായി കാണുന്ന ധാരാളം പിള്ളേരെ ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ആർക്യൂവിനെ കുറിച്ചാണ് പറഞ്ഞ, ബന്ധങ്ങളെ കീപ്പ് ചെയ്യണം, മാതാപിതാക്കളോട് സ്നേഹമുള്ളവരാവുക, ബഹുമാനമുള്ളവരാവുക. ഞാനിപ്പോ ഒരു കാര്യം ഓർത്തന്നെ, കഴിഞ്ഞ ദിവസം ഞാനൊരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയി. അപ്പൊ കുട്ടികളോട് ഞാൻ ഇതുപോലെ മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, അവരെ ബഹുമാനിക്കണം, അവരെ ധിക്കരിക്കരുത്, അപമാനം വരുത്തി വെക്കരുത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അവസാനം ചോദിച്ചു, മക്കളെ, നമ്മുടെ മാതാപിതാക്കൾ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? ഓർക്ക പറഞ്ഞേ, ഞങ്ങൾക്ക് വേണ്ടി. ഇത് തന്നെ ആ പിള്ളേരും പറഞ്ഞു, നമ്മുടെ മാതാപിതാക്കൾ ജീവിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി. എനിക്ക് ഭയങ്കര സന്തോഷായി. കാരണം കുറച്ച് സമയം കൊണ്ട് ഇത്രയെങ്കിലും ഇതിങ്ങടെ തലയിൽ അടിച്ചു കയറ്റാൻ പറ്റിയില്ലോ എന്നൊരു സന്തോഷം. അത് കഴിഞ്ഞ ഉടനെ ഞാൻ ചോദിച്ചു, മക്കളെ, നിങ്ങൾ ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ഉടനെ ആ കുട്ടികൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി. അപ്പൊ മാതാപിതാക്കൾ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. നമ്മൾ ജീവിക്കേണ്ടത് ആർക്ക് വേണ്ടിയാ? നമ്മുടെ മക്കൾക്ക് വേണ്ടി. ഉറപ്പായി. ഏതായാലും കാര്യങ്ങൾ ക്ലീനായി, പറഞ്ഞതെല്ലാം മനസ്സിലായി, നന്നായി. നമ്മൾ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലേ? ആര്? യാവാടെ? അപ്പം ആർക്യു, ബന്ധങ്ങളെ നന്നായി കീപ്പ് ചെയ്യുക. മൂന്നാമത്തത് എസ്ക്യു എന്ന് പറയും. എസ്ക്യു എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയാണ്, ആത്മീയതയാണ്. അതെ, ഇന്നത്തെ കുഞ്ഞുങ്ങളില് വളരെയേറെ കുറഞ്ഞു വരുന്ന, കുഞ്ഞുങ്ങളിൽ മാത്രമല്ല പൊതുവിൽ ഇന്ന് നമ്മുടെ രാജ്യം ലോകത്തിന് മുഴുവൻ നന്മ കൊടുക്കുന്ന രാജ്യമാണ്, ലോകത്തിന് മുഴുവൻ ആത്മീയത കൊടുക്കുന്ന രാജ്യമാണ് ഭാരതം. നമുക്കറിയാം, ആത്മീയതയുടെ നാടാണ് നമ്മുടെ നാട്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ആത്മീയത കുറഞ്ഞു വരുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ആത്മീയത എന്ന് പറയുന്നത് എന്താന്ന് നിങ്ങൾക്കറിയാം? എ വേ ഓഫ് ലൈഫാണ്. എ വേ ഓഫ് ലൈഫ്, അതൊരു ജീവിതക്രമമാണ്, അതൊരു ജീവിതക്രമമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരായി ഇനിയും ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറേണ്ട നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദൈവാനുഭവമുള്ള മക്കളായി വളരുക. ഏത് മതവുമാവട്ടെ, ഏത് വിശ്വാസവുമാകട്ടെ, ഏത് ആചാരവുമാവട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി ഫോളോ ചെയ്യാൻ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ, അങ്ങനെ ഒരു ജീവിതക്രമം ഉണ്ടാക്കിയെടുത്താലേ നമുക്ക് പറ്റത്തുള്ളൂ. പണ്ടൊക്കെ നിരീശ്വരവാദിയായ ആളാണോ ദൈവവിശ്വാസിയായ ആളാണോ നോക്കിയിട്ടൊന്നും അല്ല ജോലി കിട്ടുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയും പല കമ്പനികളും നോക്കുന്നു എന്നാണ് എൻ്റെ അറിവ്. കാരണം ദൈവാനുഭവം ഇല്ലാത്തയാളെ തലപ്പത്ത് കൊണ്ടുവച്ചാൽ കമ്പനി അധികം താമസിയാതെ പൂട്ടിക്കെട്ടേണ്ടി വരുമെന്നാണ് പലരും പറഞ്ഞു കേൾക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് പക്വതയുണ്ടാവണം. ഏതൊക്കെ കാര്യങ്ങളിലാ? IQ, EQ, RQ, SQ. അപ്പൊ നമ്മളൊരു സമഗ്ര മനുഷ്യനായി മാറുകയായി, നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായി മാറണം എൻ്റെ മക്കള്. നല്ല വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് പേഴ്സണാലിറ്റി? വ്യക്തിത്വം എന്ന് പറയുന്നത് എന്താണ്? സൗന്ദര്യമാണോ? ആരോഗ്യമാണോ? ബുദ്ധിയാണോ? കഴിവാണോ? മിടുക്കാണോ? പിന്നെന്നതാ? ഇതെല്ലാം കൂടെ കൂടുന്നതാ അല്ലേ ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ നിർണയിക്കുന്നത് പ്രധാനമായി 3 ഘടകങ്ങളാണ്. ഒന്ന് ഹെറിഡിറ്റി. ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ പാരമ്പര്യം. 2 എൻവയോൺമെന്റ് അല്ലെങ്കിൽ സാഹചര്യം. 3 റോൾ മോഡൽസ് അല്ലെങ്കിൽ മാതൃകകൾ. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ഹെറിഡിറ്റി, പാരമ്പര്യം. പാരമ്പര്യം എന്ന് പറയുന്നത് ജന്മം കൊണ്ട് അപ്പന്റെ അമ്മയുടെയും കൈകളിലൂടെ നമ്മളിൽ വന്നുപെടുന്നതാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാര വിചാരങ്ങൾ പോലും ആ കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു എന്ന് മനഃശാസ്ത്രം പറയുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം കാമമാണെങ്കിൽ ആ കുഞ്ഞ് ധാർമ്മികമായി അധപ്പതിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു. ഒരു കുഞ്ഞ് മാതാപിതാക്കൾ വിദ്വേഷമോ വെറുപ്പോ
ആ കുഞ്ഞ് ഒരു കുറ്റവാളിയോ ദുർമാർഗിയോ ആവാനുള്ള സാധ്യതകൾ ഏറെയാണത്രേ. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം സ്നേഹമാണെങ്കിൽ ആ കുഞ്ഞ് നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നുണ്ട്. ഞാൻ ജനിച്ചത് എന്റെ മാതാപിതാക്കളുടെ വളരെയേറെ നാളത്തെ പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും ഫലമായിട്ടാണ്. സ്വാമി വിവേകാനന്ദന്റെ മാതാപിതാക്കൾ കുട്ടികളില്ലാതെ വളരെ നാള് വിഷമിച്ചു. അമ്പലങ്ങൾ തോറും പ്രാർത്ഥനയും വഴിപാടുമായി നടന്ന് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഒടുവിൽ കിട്ടിയ ഉത്തരമാണ് സ്വാമി വിവേകാനന്ദൻ. അതുപോലെ തന്നെ ഒരു പ്രസിദ്ധ കാർഡിനൽ സ്റ്റെഫനം അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ പിറന്നു വീണത് എന്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്. ഞാൻ പിറന്നു വീണത് എന്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, ജന്മം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അപ്പന്റെ ശരീരത്തിലെ 23 ക്രോമസോമുകള് അമ്മയുടെ ശരീരത്തിലെ 23 ക്രോമസോമുകളോട് കൂടി ചേരുന്നു. മുടക്കു മുതൽ രണ്ടുപേർക്കും തുല്യാണ്. പപ്പയും മുടക്കി 23, മമ്മിയും മുടക്കി 23. പക്ഷെ കൊച്ചു മിടുക്കനാണെങ്കിൽ പപ്പ എന്താ പറയാറുള്ളത്? എന്റെ മോനാന്ന് പറയും. മോശമാണെങ്കിലോ തള്ളയുടെ ഒറ്റൊരുത്തർ കുഴപ്പമെന്ന് പറയും അല്ലേ. ഈ പപ്പന്മാർക്ക് വല്ല കുഴപ്പമുണ്ടോ മക്കളെ? നമ്മുടെ അമ്മ മോശമാണോ? അതാ എല്ലാം അമ്മയുടെ തലയിലോട്ട് വെക്കും അല്ലേ. പക്ഷെ പെങ്കൊച്ചു മിടിക്കുകയാണെങ്കിൽ അമ്മ ചിലപ്പോ പറയത്തില്ല അവളെന്റെ മോളാന്ന്. അതെ, എല്ലാരും ഇങ്ങനെ അവകാശമൊക്കെ പറയും. ഇനി നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പറയണം. അന്ന് ക്ലാസ് എടുക്കാൻ ഞങ്ങൾക്ക് വന്ന ഒരു ടീനേജ് പ്രോബ്ലംസ് എടുത്ത് ഒരു മാഡം പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ, പപ്പയും മുടക്കി 23, മമ്മിയും മുടക്കി 23. അപ്പം നമുക്ക് രണ്ടുപേരോടും ഈക്വലാ കടപ്പാട്, ആരോടും കൂടുതലൊന്നും ഇല്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അമ്മ ചിലപ്പോ പറയില്ല ഞാൻ 10 മാസം നിന്നെ പ്രസവിച്ചതെന്ന്. അതെ, അതിനേക്കാളും കഷ്ടപ്പെട്ടില്ല അപ്പം ചെലവിനായിരുന്നു. അപ്പൊ രണ്ടുപേരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. അതെ, ആരോടും കൂടുതൽ സ്നേഹമൊന്നും വേണ്ട കേട്ടോ, രണ്ടുപേരും നമുക്ക് പ്രിയപ്പെട്ടവരാ. ഇനിയും ഒരു കുട്ടി ജനിക്കുമ്പോ 23 ക്രോമസോം. ഒരു ക്രോമസോം എന്ന് പറയുന്നത് 10,000 കണക്കിന് ജീനാണ്. ജീൻ എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാം, നമ്മുടെ ഓരോ പ്രത്യേകതകളെയും നിർണ്ണയിക്കുന്ന ഘടകമാണ് ജീൻ. ഈ ജീൻ എന്ന് പറയുന്നത് ഒരു ക്രോമസോമിൽ 10,000-ലധികം 46 ക്രോമസോം ആകുമ്പോൾ 4.5 ലക്ഷത്തോളം ജീനാണ് ഒരു കുട്ടിയുടെ പ്രത്യേകതകൾക്ക് കാരണമായിട്ട് മാതാപിതാക്കളിലൂടെ നമ്മളിൽ വരുന്നത്. പക്ഷേ നമ്മൾ ജനിക്കുന്ന സമയത്ത് അത്ര ഒന്നും ഉപയോഗിക്കുന്നില്ല. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് 46 ക്രോമസോമുകളും 3 ലക്ഷം ജീനുകളും 3% കെമിക്കലും കൂടെ ചേരുന്നതാണ്. അപ്പൊ ഈ 3 ലക്ഷം ജീൻ എന്ന് പറയുന്നത് അപ്പയുടെ അമ്മയുടെ മാത്രമല്ല, അത് വല്യപ്പച്ചൻ്റെയോ വല്യമ്മച്ചിയുടെയോ കാർന്നോമാരുടെയോ നമ്മുടെ 10, 20, 30 തലമുറ പിറകിൽ ജീവിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രത്യേകത വരെ നമ്മുടെ കുട്ടിക്ക് കയറി വരാം. അങ്ങനെ വരുമ്പോൾ വെളുത്ത സുന്ദരിയായ അമ്മയ്ക്ക് കറുത്ത മോളുണ്ടാവാം, ബുദ്ധിമാനായ അച്ഛന് മരമണ്ടനായ മകൻ ഉണ്ടാവാം. പറയുന്ന സംഭവം മനസ്സിലായല്ലോ. പാരമ്പര്യം മാറ്റാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാരോട് ഒരു കാര്യം ചേച്ചിമാരോടും കൂടെ പറഞ്ഞോട്ടെ, ഇപ്പൊ ഈ കുട്ടികൾക്ക് ഇങ്ങനൊന്നും ഇല്ല, പാരമ്പര്യത്തിലൊന്നും ഒരു വിശ്വാസമൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ പറയുക, ഈ കല്യാണമൊക്കെ ആലോചിക്കുമ്പോ തന്നെ ആലോചിക്കണ്ടെന്ന് പറയുന്നതിന്റെ ഒരു കാര്യം ഇതാ, വീട്ടുകാരാകുമ്പോ ഈ പാരമ്പര്യവും അവരുടെ വീട്ടില് അല്ലെങ്കിൽ പിന്നെ പ്രേമിക്കുമ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കി കൊടുക്കണം. വീട്ടിൽ കൊലപാതകളുണ്ടോ, അങ്ങനെ മാനസിക രോഗികളുണ്ടോ, അതുപോലെ നമുക്ക് പറ്റുന്ന കാര്യമാണ്. സത്യസന്ധമായിട്ട് എഴുതി തരുമോ? ഇല്ല. അതുകൊണ്ട് അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇത് വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുക അല്ലേ, അവര് പോയി തപ്പട്ടല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പാരമ്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി രണ്ടാമത്തേത് സാഹചര്യങ്ങൾ എന്ന് പറയും, എൻവയോൺമെന്റ്. വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്, സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട്, പള്ളിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട്. എൻവയോൺമെന്റ്സ് നമ്മളാക്കുന്നതിലൊരു വലിയ ഘടകം എൻവയോൺമെന്റിനുണ്ട്. ഞാന് സൈക്കോളജി പഠിച്ചപ്പോ പഠിച്ചൊരു കാര്യം കേൾക്കണോ നിങ്ങൾക്ക്? നല്ല അച്ഛനും അമ്മയ്ക്കും നല്ല പിള്ളേരുണ്ടാവും. എന്നതാ? നല്ല അച്ഛനും അമ്മയ്ക്കും നല്ല പിള്ളേരുണ്ടാവും. ഞാൻ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പഠിച്ചു, പിഴച്ച തന്തയ്ക്കും തള്ളയ്ക്കും പിഴച്ച പിള്ളേരുണ്ടാവും. പക്ഷേ കഴിഞ്ഞ 35 വർഷങ്ങളായി ഞാൻ കൗൺസിലിംഗ് നടത്താൻ തുടങ്ങിയിട്ട്, കഴിഞ്ഞ 35 വർഷങ്ങൾ കൊണ്ട് ഞാൻ വലിയൊരു പാഠം പഠിച്ചു. നല്ല ഒന്നാന്തര അപ്പനും അമ്മയ്ക്കും പിഴച്ച പിള്ളേരുണ്ടാവും. കള്ളുകൂടി
പിടിക്കാത്ത അപ്പന് ബാറിൽ നിന്ന് ഇറങ്ങാത്ത മോൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓ പിന്നെ കണ്ടിട്ടില്ലേ? ഇല്ലല്ലേ? കേട്ടിട്ടുണ്ടോ? തിരിച്ചുണ്ട് യാതൊരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ, കുടുംബം നോക്കാതെ, മക്കളെ ഭാര്യ അന്വേഷിക്കാതെ നടക്കുന്ന ചില അപ്പനും അമ്മയ്ക്കും എല്ലാ ഉത്തരവാദിത്വങ്ങളെയും തൻ്റെ ഇടമായി ഏറ്റെടുത്ത് രക്ഷകന്റെ കുപ്പായമണിഞ്ഞ് കുടുംബത്തെ രക്ഷപ്പെടുത്തിയ പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ധാരാളം പെൺകുട്ടികളെ ഞാൻ കാണാറുണ്ട്. ചില ഒത്തിരി ബുദ്ധിമുട്ട് പിടിച്ച വീടുകളില് ഒരു പെൺകുട്ടി നഴ്സിങ്ങിന് പോയി, അവള് വിദേശത്ത് പോയി, അവളെ ഇളയ പിള്ളേരെ ഒക്കെ രക്ഷപ്പെടുത്തി വീട് പണിത് കൊടുത്ത് മാതാപിതാക്കളെ നല്ല നിലയിൽ ജീവിക്കാൻ ആക്കിയെടുത്ത കേസുകളും എനിക്കറിയാം. അതുകൊണ്ട് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നല്ല സാഹചര്യങ്ങൾ ചൂസ് ചെയ്യാം. അത് നിങ്ങളാ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ കൂട്ടുകാരായിരിക്കണം, എങ്ങനെയുള്ളവരെ വേണം കൂട്ടുകൂടെ, ഇതെല്ലാം നിങ്ങളാ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നല്ല സാഹചര്യങ്ങൾ എവിടെ കിട്ടിയാലും ചൂസ് ചെയ്യണം. പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത്രേ ഉള്ളൂ. നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാൻ, യെസ് എന്ന് പറയേണ്ടടുത്ത് യെസ് എന്ന് പറയാനുള്ള ചങ്കൂറ്റമുള്ള പിള്ളേരാവണം. തൻ്റെ ഇടമുള്ള പിള്ളേരാണ്. അവസാനം പറ്റിപ്പോയെന്ന് പറയരുത്. അവസാനം പറ്റിപ്പോയി. എന്നോട് ഒരു 22 വയസ്സുകാരി 56 വയസ്സുകാരൻ്റെ കൂടെ ഒളിച്ചോടി പോയി. 56 വയസ്സുകാരൻ്റെ കൂട്ടത്തിൽ ഒളിച്ചോടി പോയി. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് എന്തോ ഒരു ചെറുപ്പക്കാർ വേറെ നടക്കുന്നു. ഈ മുതുകനെ മാത്രം കണ്ടുള്ളൂ. എന്നിട്ട് സംഭവം ഉണ്ടല്ലോ, ഭയങ്കര പ്രശ്നമായി. പോലീസൊക്കെ പിടിച്ചോണ്ടൊന്നൊരു കേസാ. ഒരു തമിഴ്നാട്ടിൽ പോയി അവിടെ വേഷം പേരും ഒക്കെ മാറി താമസിപ്പിച്ചോണ്ടൊന്നൊരു കേസായിരുന്നു. അപ്പൊ ഞാൻ ഈ കുട്ടിയോട് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ അവളോട് പറഞ്ഞു, എടി 56, അടുത്ത വർഷമായിക്ക് 66, പിന്നെ 76, 22, 32, 42 ആകുമ്പോഴേക്ക് 76, പിന്നെ കണ്ണിൽ ചെവിയും കേൾക്കല് വലിയ പടം സുഖമായിട്ട് അവിടെ കിടക്കുകയും ചെയ്യും. അപ്പൊ മോളെ, നിന്റെ ഈ കുഴപ്പങ്ങൾ അന്നേരം എന്നോട് അവള് പറഞ്ഞ ഒരു കാര്യം എന്നറിയാം, പറ്റിപ്പോയി. ഞാൻ പറയാം, അങ്ങനെ പറ്റിപ്പോകാൻ പാടുണ്ടോ? നമുക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവസാനം അങ്ങനെ മണ്ടത്തരാണെന്ന് എനിക്ക് അറിയാം, എന്നാലും ഞാൻ അതിനകത്ത് പെട്ടുപോയി രക്ഷപ്പെടാൻ പറ്റില്ല, അങ്ങനൊന്നും പറയരുത്. അതുകൊണ്ട് നല്ലതിനെ ചൂസ് ചെയ്യുക, നല്ല സാഹചര്യങ്ങളെ ചൂസ് ചെയ്യുക. മൂന്നാമത്തത് റോൾ മോഡൽസ് എന്ന് പറയും. റോൾ മോഡൽസ് എന്ന് പറഞ്ഞാൽ എന്നാ മക്കളെ? മാതൃകകള്. ജീവിതത്തില് ആരെയെങ്കിലും പോലെ ആവണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് പറ്റിയ റോൾ മോഡൽസിനെ കണ്ടിട്ടുണ്ടോ എവിടെങ്കിലും? ഈയിടെ ഞാനൊരു സ്കൂളിൽ ഇതുപോലെ പലയില ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. 5, 6, 7 ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് ക്ലാസ്. 5, 6, 7 ക്ലാസ്സിലെ പിള്ളേരോട് ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങളുടെ റോൾ മോഡൽ ആരാണ്? അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു, പിള്ളേരാ മോഹൻലാല്, മമ്മൂട്ടി, പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, പിന്നെ എനിക്ക് പുതിയ തലമുറ എന്താ ഈ മമ്മൂട്ടിയുടെ മോനൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുറെ പേരുടെ പേരൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, കൊള്ളാം. ഞാൻ പെൺകുട്ടികളെ നോക്കി. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, കാവ്യ മാധവൻ, മീര ജാസ്മിൻ, ഭാവന, ഭാമ, റോമ. കൊള്ളാം, എനിക്കും ഇഷ്ടമായി. മലയാളികളുടെ പേരാ. കൊച്ചു പിള്ളേരല്ലേ, അവർക്ക് മലയാളത്തിലുള്ള എല്ലാവരുടെയും പേരാണ്. അത് പിന്നെ എനിക്കറിയാം കേട്ടോ. സ്വന്തം വല്യപ്പന്റെ പേരറിയാൻ മേലേലും സിനിമാ നടന്മാരുടെ പേരറിയാതെ മമ്മൂട്ടിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും എത്ര മക്കളുണ്ടെന്നും മക്കളുടെ പേര് വരെ പിള്ളേർക്കറിയാം. പക്ഷെ നമ്മുടെ അമ്മായിയുടെ വീട് എവിടാന്നോ അമ്മായിയുടെ മക്കളുടെ പേര് എന്നാന്നോ ചോദിച്ചാൽ അമ്മായി എവിടെ, അമ്മായി ഉണ്ടോ, എനിക്കറിയാൻ മേലെന്ന് പറയും. അതാണ് ഇപ്പോഴത്തെ ഒരു കാലം. അതെ, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാ. അപ്പൊ ഞാനോർത്തു, പിള്ളേരല്ലേ, കൊച്ചു പിള്ളേരല്ലേ. ഞാൻ ഹൈസ്കൂളിലെ പിള്ളേരോട് ചോദിച്ചു. പാവമാരൻ്റെ അടുത്ത് പറഞ്ഞു, സൽമാൻ ഖാൻ, അമീർ ഖാൻ, ഷാരൂഖ് ഖാൻ, സച്ചിൻ, ധോണി, യുവരാജ് സിംഗ്. എനിക്ക് സന്തോഷമായി. ഹിന്ദിക്കാരുടെ പേരാ എല്ലാരും അല്ലേ മക്കളെ? നോർത്ത് ഇന്ത്യ വരെ പോയി. ഞാൻ പെൺകുട്ടികളെ നോക്കി. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, വിജയ്, സൂര്യ, അല്ലു അർജുൻ, കാർത്തിക്. അപ്പൊ എനിക്ക് സന്തോഷമായി. കാരണം ഇവർ മദ്രാസ് വരെ ആയുള്ളല്ലോ. തമിഴന്മാരുടെ പേരാ പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നി മദ്രാസ് വരെ ആയുള്ളല്ലോ. ഞാൻ പെട്ടെന്ന് ഹയർ സെക്കൻഡറിയിലെ പിള്ളേരോട് ചോദിച്ചു. അപ്പൊ അമ്മമാരുടെ അടുത്ത് പറഞ്ഞു, അർണോൾഡം, ജോൺ അബ്രഹാം, ഒബാമ. ദൈവമേ, എനിക്ക് സന്തോഷമായി. അമേരിക്കയിൽ ചെന്നല്ലോ. അതെ, എന്ത് പെട്ടെന്ന് അവന്മാരങ്ങ് ചെന്നു. ഞാൻ പെൺകുട്ടികളും നോക്കി. അവരെന്റെ അടുത്ത് പറഞ്ഞു, കരീന കപൂർ, ഐശ്വര്യ റായ്. അപ്പൊ ഞാൻ ഓർത്തു, ഇന്ത്യയിലുണ്ട്.
അവര് പോയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ പറഞ്ഞവരൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതല്ല. നമ്മുടെ നാട്ടില് നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന, നമുക്ക് ബഹുമാനിക്കാൻ പറ്റുന്ന എമിനന്റ് പേഴ്സണാലിറ്റീസ് വേറെ ഒന്നും ഇല്ലേ? അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു പയ്യൻ പറഞ്ഞു, ഉണ്ട് ആൻറ്റി, ഉണ്ട്, ധാരാളം. മോനെന്ന് പറഞ്ഞ്, ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്. കൊള്ളാം, നല്ല പേരുകളാ. ഞാൻ പെൺകുട്ടികളെ നോക്കി ഉടനെ എന്നോട് പറഞ്ഞു മദർ തെരേസ. ഞാൻ പറഞ്ഞു കൊള്ളാം, എല്ലാം നല്ല പേരുകൾ അല്ലേ, നല്ല ആൾക്കാരല്ലേ. ഞാൻ പറഞ്ഞു, പക്ഷെ മക്കളെ ചത്തുപോയല്ലോ. ഇവരെല്ലാം മരിച്ചുപോയവരല്ലേ, ജീവിച്ചിരിക്കുന്ന ആരുടെയും പേര് പറ മക്കളെ. അപ്പൊ ആ പയ്യൻ എന്നോട് ചോദിച്ചു, എന്നാ മക്കളെ, മോനാരണ്ട പേര് പറഞ്ഞോ? സോണിയാഗാന്ധി. കുഴപ്പമില്ല, പോട്ടെ. ആ പയ്യൻ എന്നോട് പറഞ്ഞാലെന്നറിയാ, അബ്ദുൽ കലാം മതിയോ? അബ്ദുൽ കലാം മതിയോ? ഞാൻ പറഞ്ഞു കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. സോണിയാഗാന്ധി എനിക്കിഷ്ടം, ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആ പിള്ളേരോട് പറഞ്ഞു, മക്കളെ ഞാൻ ഉദ്ദേശിച്ചത്, അവരും നമ്മുടെ ഇവിടത്തുകാരത്തി അല്ലല്ലോ. നമ്മുടെ നാട്ടിലെ ഗ്രാമപഞ്ചായത്തിൽ വല്ലതും ഉണ്ടോ നോക്കാം നമുക്ക്. മക്കളെ നോക്കി, നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ല നമ്മുടെ അച്ഛൻ, നമ്മുടെ അച്ഛൻ വികാരി അച്ഛൻ, നമ്മുടെ ഭാര്യക്കര പള്ളി അച്ഛൻ, പിന്നെ അല്ലെങ്കിൽ അച്ഛനെ പറ്റില്ല, എന്നാ പ്രിൻസിപ്പലിനെ നോക്ക്, ക്ലാസ് ടീച്ചറിനെ നോക്ക്. മക്കൾ കൊള്ളാവുന്ന വല്ലവരും ഉണ്ടോ നോക്കിയേ. പോരാ അല്ലേ? എന്നാ വേണ്ട, നിങ്ങൾ അത്രയും വിഷമിക്കണ്ട. വീടിനകത്തോട്ട് കയറിക്കാൻ കൊള്ളാവുന്ന വല്ലതും ഉണ്ടോ നോക്കിയേ. വീടിനകത്ത് വല്ല ഉണ്ടോ നോക്കിയേ. ഉണ്ടോ? ആരാ? ഞാന് ആ പിള്ളേരെന്നോട് പറഞ്ഞു, ആന്റി വീടിനകത്ത് ആരായിരിക്കുന്ന? ഉടനെ വേറെ പയ്യനോട് ചോദിച്ചു, അപ്പനും അമ്മയോ ആയിരിക്കും? ഞാൻ പറഞ്ഞു, അങ്ങനൊന്നും ഇല്ല, വല്യപ്പനോ വല്യമ്മയോ അമ്മാവനോ അമ്മായിയോ ഒക്കെ ആകാം, നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള ആരെങ്കിലും. അപ്പം എന്നോട് ഒരു പയ്യൻ പറഞ്ഞതാ, ആന്റി എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുണ്ട്, എടാ ചെറുക്ക, ദൈവത്തെ ഓർത്ത് നീ തന്തേ കണ്ട് പഠിക്കരുത്. പിന്നെ മോനെ അപ്പനെ പോലെ ആവരുത്. അപ്പൊ ഞാൻ പെൺകുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ അമ്മ എന്തെങ്കിലും പറയാറുണ്ടോ? അപ്പ എന്നോട് പറഞ്ഞു, ഉണ്ടാണ്ടി ഞങ്ങളുടെ അമ്മ സ്ഥിരം ഒരു കാര്യം പറയും. അതെന്നതാ? അമ്മയ്ക്ക് പറ്റിയ ഗതികേട് പെണ്ണെ നിനക്ക് പറ്റാതിരിക്കാനാ ഞാൻ ഈ കഷ്ടപ്പെടുന്ന. നിന്നെയൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ കൊണ്ടാക്കി, എനിക്ക് ഇംഗ്ലീഷ് അറിയാവുന്നിട്ടല്ല, എങ്ങനെയും നീയൊക്കെ പഠിച്ചൊന്ന് രക്ഷപ്പെടാ, അതിനു വേണ്ടിയാ. അപ്പൊ അവരെന്നാ പറഞ്ഞത്? അമ്മയെ പോലെയും വേണ്ട, അച്ഛനെ പോലെയും വേണ്ട, പിന്നെ നമ്മൾ ആരെ പോലെ ആവും? ദൈവത്തെ പോലെ നമ്മളാ? അതെ, അത് കൊള്ളാം. ദൈവത്തിന് സമനായി വേറെ ആരും ഇല്ല കേട്ടോ, ദൈവത്തെ പോലെ ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ജീവിത വിജയം നേടി ആരെങ്കിലും പോലെ ആവണമെന്ന് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് തീരുമാനം എടുക്കണം കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അതെ, ഒരിക്കലും എനിക്കൊരു കൗൺസിലിങ്ങിന് ഒരു പയ്യൻ വന്നു, നല്ല മാർക്ക് വാങ്ങിക്കുന്ന പയ്യനാ. അവന് എൻട്രൻസ് ഒക്കെ എഴുതി ഞാൻ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു കഴിഞ്ഞാൽ മെഡിസിൻ കിട്ടിയപ്പോൾ അവനോട് ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അപ്പൻ ഒരു ബേക്കറി തൊഴിലാളി ആൻറ്റി, വളരെ കഷ്ടപ്പെട്ടാണ് അപ്പൻ ഞങ്ങളെ വളർത്തുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ ഇളത്തുങ്ങൾ 3 പേരും കൂടെ ഉണ്ട് ആൻറ്റി. ഞാൻ പഠിച്ചാലേ അവർക്ക് ചുവനേരെ ജീവിക്കാൻ പറ്റൂന്ന് എനിക്കറിയാം. അങ്ങനെ പറഞ്ഞു വന്ന വഴിക്ക് അവൻ എന്നോട് പറഞ്ഞു, ആൻറ്റി എൻ്റെ അപ്പൻ്റെ മണം ബ്രെഡിൻ്റെ മണമാ. എനിക്കത് മനസ്സിലായില്ല. അപ്പം എന്നോട് പറഞ്ഞു, ആൻറ്റിക്ക് അറിയാവോ, ബേക്കറികളിൽ രാത്രി മുഴുവൻ പണിതിട്ട് വരുന്ന അപ്പനെ ഞങ്ങൾ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. അപ്പൻ്റെ മണം ബിസ്ക്കറ്റിൻ്റെയും ബ്രെഡിൻ്റെയും മണ. അപ്പം കുളിക്കരുതെന്ന് ഞങ്ങൾ പറയുമായിരുന്നു. ആ മണം ആണ് എന്നെ കഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. ഞാൻ നിങ്ങളോടും പറയുക, നമ്മുടെ അപ്പൻ്റെയും മണം ഏത് മണാണെന്ന് ആലോചിക്കണം കേട്ടോ. റബ്ബറിൻ്റെ മണമാണോ, അതെ എന്നാത്തിൻ്റെ മണാണെന്ന് ആലോചിക്കണം. ഇതൊക്കെ പിള്ളേർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പഠിച്ച് നല്ല നിലയിലെത്തണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നടക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, 3 ഘടകങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? പാരമ്പര്യം, സാഹചര്യം, മാതൃകകൾ. പാരമ്പര്യം മാറ്റാൻ പറ്റില്ല, സാഹചര്യം ചൂസ് ചെയ്യാം, മാതൃകകളെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുകൊണ്ട് നല്ലൊരു ആറ്റിറ്റ്യൂഡുള്ള പിള്ളേരായി ജീവിതത്തെ ഒരടുക്കിനും ചിട്ടയ്ക്കും ഉണ്ടാക്കിയെടുക്കണം. പക്ഷേ
കൗമാരത്തിന്റെ പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ പോകാൻ പോവാ. ഒരു മനുഷ്യന്റെ വളർച്ചയില് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇങ്ങനെയാ പോവുക. ശൈശവം എന്ന് പറയുന്നത് 4 വയസ്സ് വരെ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെടുന്ന നിമിഷം മുതൽ 4 വയസ്സ് വരെ അമ്മയുടെ വികാരങ്ങളും വിചാരങ്ങളും പങ്കുവെച്ച അമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിഞ്ഞ 280 ദിവസം തൊട്ടാണ് നമ്മുടെ സമയം ആരംഭിക്കുന്നത്. മനസ്സിലായല്ലോ? പക്ഷേ മോളെ നിനക്ക് വയസ്സ് എത്രയാന്ന് ചോദിച്ചാൽ അതെ 14 വയസ്സും 10 മാസം എന്ന് നമ്മൾ പറയാറില്ല. ഉണ്ടോ? നിനക്ക് എത്ര വയസ്സായി കൊച്ചെന്ന് ചോദിച്ചാൽ 15 വയസ്സും 10 മാസം എന്ന് പറയാം. അങ്ങനെ പറയണ്ട, ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഞാൻ മണ്ടത്തരം ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ ആരും പറയുമൊന്നും വേണ്ട. പക്ഷെ ആ 10 മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ലെങ്കിലും ആ 10 മാസമാണ് നമ്മുടെ ബ്രെയിൻ ആദ്യമായി ഡെവലപ്പ് ചെയ്തത്. അമ്മയുടെ ഉദരത്തിൽ വരുന്ന ഒരു കുഞ്ഞിന് അമ്മയുടെ വികാരങ്ങളും വിചാരങ്ങളും പങ്കുവെക്കാൻ പറ്റുന്നു. അമ്മ എന്താണ് ചിന്തിക്കുന്നതെന്ന് പോലും ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനറിയാം. ആദ്യമായിട്ടുണ്ടായത് തന്നെ ബ്രെയിനാണ്. അമ്മയുടെ ഹൃദയസ്പന്ദനത്തിന്റെ താളമാണ് നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിനെ സഹായിച്ചത്. അവിടുന്ന് നമ്മൾ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായിട്ട് അനുഭവിച്ചറിയുന്നത് അമ്മയാണ്. അമ്മയെടുത്ത് ലാളിച്ച് മാറോട് ചേർത്ത് ഉമ്മ വയ്ക്കുമ്പോൾ ആരുടെയോ കൈകളിൽ ഒരു സുരക്ഷിതത്വം നമുക്ക് ഫീൽ ചെയ്യുന്നു. അവിടെ തൊട്ട് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ 2ാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ വരുന്നു. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഗർഭകാലഘട്ടം. അത് കഴിഞ്ഞ് 2ാമത്തെ ഘട്ടത്തില് ആ ലോകത്തിലേക്ക് കടന്നു വന്ന 4 വയസ്സ് വരെയുള്ള കാലഘട്ടം, ശൈശവം. ഈ സമയത്ത് നമ്മുടെ ബ്രെയിനിന്റെ 95% പ്രത്യേകതകളും ഡെവലപ്പ് ചെയ്ത് കഴിയും. അമ്മയുടെ മുലപ്പാലിന്റെ രുചിയിലൂടെ ഒരു കുഞ്ഞ് അമ്മയെ അറിയുന്നു, ലോകത്തെ അറിയുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ കുഞ്ഞ് കിടക്കുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഒരു ആംനിയോട്ടിക് ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡിന്റെ അതേ രുചിയാണ് മുലപ്പാലിനെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അതുകൊണ്ട് കൊച്ചിന് ആ സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് മുലപ്പാലാണ്. വയറ്റിൽ കിടന്ന ഓർമ്മ, ആ ആഹാരം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. നന്നായി മുലപ്പാൽ കുടിച്ച് വളരാൻ അവസരം കിട്ടുന്ന കുട്ടികളില് പക്വതയുള്ള വ്യക്തിത്വം ഉണ്ടാവും അത്രേ. അത് കുടിച്ചു വളരാൻ പറ്റാത്ത കുട്ടികളില് വ്യക്തിത്വ വൈകല്യങ്ങൾ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കടന്നു വരുന്നു, ലൈംഗിക വൈകൃതങ്ങൾ കടന്നു വരുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഞാൻ ഈയിടെ ഒരു സ്ഥലത്ത് നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് ക്ലാസ് എടുക്കുമ്പോൾ ഈ ടീച്ചർമാർ എന്നോട്, അവർ നഴ്സറി ടീച്ചേഴ്സ് അല്ലേ, അപ്പൊ ഈ കൊച്ചു പിള്ളേരെ കൈകാര്യം ചെയ്യുന്നവരാ, പിള്ളേരുടെ ഒത്തിരി കുസൃതി തരങ്ങളെ കുറിച്ചും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചെറുപ്പത്തിൽ ഇങ്ങനെ വളരുന്ന അപാകതകൾ പിള്ളേരുടെ പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട്. അമ്മ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നുള്ളത് പിള്ളേരുടെ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. മുലപ്പാൽ കുടിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ കാരണമാകാം. ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഞാൻ ടീച്ചർമാരോട് പറഞ്ഞു, കൊച്ചിന്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൊച്ചിന് നിങ്ങൾക്ക് ഒരു എളുപ്പ വഴി ഞാൻ പറയാം. കൊച്ച് ഏത് പാലാ കുടിച്ചതെന്നറിയാൻ ഒരു വടിയെടുത്ത് അതിന്റെ തുടക്കിട്ട് നല്ലൊരു പൊട്ടീര് കൊടുക്കണം. മെഹേന്നാ കരഞ്ഞെങ്കിൽ ആട്ടുംപാല, ബാന്ന് തൊള്ള തുറന്നാ കരഞ്ഞെങ്കിൽ പശുവും പാല് കുടിച്ചതാ, കീന്നാ കരയുന്നെങ്കിൽ ലാക്ടജനോ ഞാനോ വല്ലതും കുടിച്ചതായിരിക്കും. അതെ, അന്തസ്സായിട്ട് മനുഷ്യന്മാർ കരയുന്ന പോലെ കരയുന്നുണ്ടെങ്കിൽ മുലപ്പാൽ കുടിച്ചതാ. അതെ, അപ്പം മുലപ്പാൽ കുടിച്ചു വളരുന്ന കുട്ടികളില് നല്ല പക്വതയുള്ള വ്യക്തിത്വം ഉണ്ടാകുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ നമ്മുടെ മാതാപിതാക്കൾ ആ സമയത്ത് നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്. എവിടെ പോയാലും തൂക്കിയെടുത്ത് തോളെ വെച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഉണ്ടോ? അവർക്ക് കിട്ടുന്ന ഒരു മുട്ടായി പോലും പാത്ത് വെച്ച് നമുക്കായി തന്നിട്ടുണ്ട്. പാല് വാങ്ങിക്കാൻ കാശില്ലെങ്കിലും എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചാണെങ്കിലും നമുക്കായിട്ടുള്ള പാല് അമ്മ സൂക്ഷിച്ചു വെച്ച് തന്നിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? തന്നിട്ടുണ്ടോ? എന്നിട്ടാണോ ഇപ്പൊ സ്നേഹമില്ലെന്ന് പറയുന്നത്? അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലെന്ന് പറയുന്നത്? ഈ അമ്മയും അപ്പനും ആ സമയത്ത് നമ്മളെ സ്നേഹിച്ചിരുന്നു. വരവ് വെച്ചോ? വരവ് വെക്കാവോ? ഇല്ലേ? വെക്കത്തില്ലേ? വരവ് വെക്കണം, വെച്ചേ പറ്റൂ. മാതാപിതാക്കൾ സ്നേഹിച്ചിരുന്നു. നീ 4 വയസ്സ് കഴിഞ്ഞാല് ബാല്യത്തിലേക്ക് വരിക. ബാല്യം എന്ന് പറയുന്നത് 5 വയസ്സിനും 10 വയസ്സിനും ഇടയിലാണ്. ഇപ്പോഴ്, പണ്ട് 13 വയസ്സ് വരെ ബാല്യമായിട്ട് കരുതപ്പെട്ടിരുന്നു. പണ്ട് ടീനേജ് എന്ന് പറയുന്നത് 13 തുടങ്ങി 19 വരെ പോയിരുന്ന കാലഘട്ട. പക്ഷെ ഇപ്പൊ സായിപ്പ് അതെല്ലാം നിർത്തലാക്കി. സായിപ്പെല്ലാം തലതിരിച്ച് മാറ്റി. ഇപ്പൊ സായിപ്പിന്റെ പഠനം അനുസരിച്ച് എങ്ങനെയാണെന്നറിയോ? 5 മുതൽ 10 വരെ ബാല്യം, 11 മുതൽ 21 വരെ നീണ്ടു നിൽക്കുന്ന ഒരു അഡോളസെന്റ് സ്റ്റേജ് എന്നാ പറയുന്നത്. കൗമാരം എന്ന് പ്രത്യേകിച്ച് ഒരു സ്റ്റേജിനെ പറയുന്നില്ല, അഡോളസെന്റ് സ്റ്റേജ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ ആ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരാ. പക്ഷെ ഞാൻ ഇത്തിരി ബാല്യത്തിലൂടെ ഒന്ന് വന്നോട്ടെ. ബാല്യം എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന സമയം.
ആ സമയത്ത് നമ്മൾ വിചാരിച്ചു നമ്മുടെ അച്ഛനും അമ്മയും നല്ല വിവരമുള്ള പാർട്ടികളാണ്. കാരണം നമ്മുടെ പല സംശയങ്ങൾക്ക് അവര് മറുപടി തരും, ഹോംവർക്കുകൾ എഴുതി തരും, ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കും. ശരിയല്ലേ? അന്ന് നമ്മൾ വിചാരിച്ചു ഇവരാണ് ലോകത്തിലേക്കും വിവരമുള്ള പാർട്ടികൾ. അവർ മാത്രമല്ല, നമ്മുടെ അധ്യാപകരും നല്ല വിവരമുള്ള പാർട്ടികളാണെന്ന് നമ്മളന്ന് വിശ്വസിച്ചു. ശരിയാണല്ലോ? അതെ. പക്ഷെ ഇപ്പൊ നമുക്കറിയാം ഈ പറയുന്ന പാർട്ടികൾക്കൊന്നും വലിയ വിവരമൊന്നും ഇല്ല. ഓക്കെ. ബാല്യത്തില് പണ്ട്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 90 വരെ എനിക്ക് ഒരു കേസ് പോലും വന്നിട്ടില്ല. 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് പോലും പാരന്റ്സ് വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെല്ലാം കൊണ്ടുവരികയാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പഠിക്കുന്നില്ലെന്നും പറഞ്ഞ് വരുന്ന അമ്മമാരുണ്ട്. പഠിക്കുന്നത് മറന്നു പോകുന്നു. ഞാൻ പറഞ്ഞു 4ാം ക്ലാസ് കഴിയട്ടെ, എന്നിട്ട് മറക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. അതിപ്പോൾ ഇച്ചിരി ഡിസ്റ്റർബ്ഡ് ആയിക്കോട്ടെ, പേടിക്കണ്ട, ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, അതൊന്നും നിങ്ങൾ വലിയ പേടിയോടെയൊന്നും കാണണ്ട, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പിന്നെ വരുന്ന ഇപ്പോഴത്തെ കേസ് എന്ന് പറയുന്നുണ്ടല്ലോ, 1ാം ക്ലാസ് മുതൽ കല്യാണാലോചനയും കല്യാണം ഉറപ്പിലും നടക്കുന്ന കേസുകൾ വരിക. എന്നാ രസമുള്ള കേസൊക്കെ അറിയാം വരുന്നത്. എനിക്ക് കുറച്ച് നാൾ മുമ്പ് വരുന്നൊരു കേസ്, 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറുക്കൻ 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെണ്ണിന് ഒരു പ്രേമലേഖനവും ഗിഫ്റ്റും കൊടുത്ത കേസാണ്. ഇത് കിട്ടാത്ത കുശുമ്പി പെണ്ണുങ്ങൾ മിസ്സിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് മിസ് പിടിച്ചു. അപ്പനെയും അമ്മയും കൂട്ടി എൻ്റെ അടുത്ത് വിട്ടതാ. ഞാൻ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചെറുക്കൻ എന്നോട് പറയാ, ആൻറ്റി ഒത്തിരി നാളായിട്ട് എനിക്ക് അവളെ ഇഷ്ടാ. 4ാം ക്ലാസ്സാ, ഒത്തിരി നാളായിട്ട്. ഏതാ ഈ ഒത്തിരി നാളെന്നുള്ളതാ. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ആൻറ്റി പറഞ്ഞ് അവളെ മറക്കാൻ മാത്രം എന്നോട് പറയരുത്, ഞാൻ അത്ര കണ്ട് അവളെ മോഹിച്ചു പോയെന്ന് പറഞ്ഞു. 4ാം ക്ലാസ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെണ്ണെഴുതിയ ഒരു പ്രേമലേഖനം എനിക്ക് വന്നായിരുന്നു, എനിക്ക് കിട്ടി. അത് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് ഒരു പ്രിൻസിപ്പൽ വിട്ടതാ. ചോദിച്ചു, എന്ത് രസമാണെന്നറിയാം ആ പ്രേമലേഖനം. എൻ്റെ ജീവിതത്തിൽ അത്ര നല്ലൊരു ലേഖനം എനിക്കാരും തന്നിട്ടില്ല. നല്ലൊരു നിങ്ങൾക്കൊക്കെ തരുന്നുണ്ടോ? ഇല്ല, ഇപ്പം ഈ പ്രേമലേഖനങ്ങൾ തരുന്നില്ലല്ലോ ആരും. പക്ഷെ ഇതൊരു പ്രേമലേഖനം. എൻ്റെ പ്രിയപ്പെട്ട ക്രിസ്റ്റോയ്ക്ക്, ക്രിസ്റ്റോ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഒത്തിരി, ഒത്തിരി, പിന്നെയും കുത്ത്, അതിനും അപ്പുറം പിന്നെയും കുത്ത്. ക്രിസ്റ്റോ, നീ ഒരിക്കലെങ്കിലും എൻ്റെ ക്ലാസ്സിൽ വന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നീണ്ടൊരു ഹൈഫൻ ഇടുക. ക്രിസ്റ്റോ, നീ എൻ്റെ ക്ലാസ്സിൽ വന്നില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ഈ കത്ത് കിട്ടിയാലൂടെ നീ എൻ്റെ ക്ലാസ്സിൽ വരണം, എന്നോട് പറയണം ഐ ലവ് യു. അത് സ്കെച്ച് പെൻ വെച്ച് പല കളറിൽ എഴുതുക. പിന്നെ അവൾ എഴുതിയിരിക്കുന്നൊക്കെ സൈനടിയിലേക്ക് ഐ ലവ് യു 100 times ഐ ലവ് യു, 1000 times ഐ ലവ് യു, 10,000, 20,000, 30,000, അങ്ങനെ താട്ട് എഴുതി വെച്ചിരിക്കുക. ഈ പെൺകുട്ടി എന്നെ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വിട്ടതാ. അപ്പൊ ഇത് കുഴപ്പം വന്നതെന്ന് വെച്ചാൽ അവൾ അവിടെ കൂട്ടുകാരത്തിന് കൊടുത്തു, ക്രിസ്റ്റോയ്ക്ക് കൊടുക്കാൻ. പക്ഷെ കൂട്ടുകാരത്തിക്കൊന്നും ക്രിസ്റ്റോയെ പരുവത്തിന് കിട്ടിയില്ല. അവളിത് ബാഗിനകത്ത് ചുമന്ന് വീട്ടിൽ കൊണ്ടുപോയി. വീട്ടില് അമ്മ ചോറ്റുപാത്രം എടുക്കാൻ വേണ്ടി തുറന്നപ്പോഴേ ഇത് താഴെ വീണു. അമ്മയുടെ കയ്യിൽ കിട്ടി. ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണ്ടേ? അമ്മയുടെ കയ്യിൽ കിട്ടി. അങ്ങനെ ഉണ്ടായൊരു സംഭവമാണ്. എന്തായാലും ഉള്ള 5ാം ക്ലാസ്സാണ്. എനിക്ക് ഇങ്ങനെ കഴിഞ്ഞ ദിവസം വന്ന് അതിലും രസമുള്ളൊരു കേസാ. അവള് കുറെ കാര്യങ്ങൾ എഴുതിയിട്ടിരിക്കുന്ന അവസാനം എഴുതിയിരിക്കുന്നതെന്നറിയോ, എന്ന് സ്വന്തം ഭാര്യ ഒപ്പ്. ദൈവമേ, 5ാം ക്ലാസ് തൊട്ട് ഇതാണ് കളി. അപ്പൊ ഞാൻ പറയുന്നൊരു കാര്യം, നമ്മളില് എന്തോ ഒരു വ്യത്യാസം പഴയ കാലത്തതിനേക്കാൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യം. പണ്ട് ഞങ്ങളുടെയൊക്കെ സമയത്ത് മധുര 17 എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ നിങ്ങള്? സ്വീറ്റ് 17. നിങ്ങൾ കേൾക്കാൻ വഴിയില്ല, ഇത് ഞങ്ങളുടെ കാലത്താ. അന്നൊരു പെൺകുട്ടി പ്യൂബർട്ടിയിൽ വന്നത് 17 വയസ്സിലാണ്. ആണുങ്ങൾക്ക് പിന്നെ നമുക്കറിയാം, ഇവിടെ ഒരു പെണ്ണിന് കല്യാണം കഴിക്കാനുള്ള സമയം 18 വയസ്സ്, ആണുങ്ങൾക്ക് 21 വയസ്സ്. അറിയാലോ? അതെ, അതെനിക്ക് തോന്നുന്നു ആ സമയമാണ് പ്രായപൂർത്തിയാവുന്ന സമയം. അതുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചത്. പക്ഷെ അതൊക്കെ മാറിപ്പോയി, ഇതൊക്കെ പഴയ കഥയാണ്. ഇന്നൊരു പെൺകുട്ടി പ്യൂബർട്ടിയിൽ വരുന്നത് 3ാം ക്ലാസ്സിനും 5ാം ക്ലാസ്സിനും ഇടയിലാണ്. ആൺകുട്ടിയിൽ മീശകൾക്ക് സ്വരം മാറുകയും മസിൽ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് ഏതാണ്ട് 7ാം ക്ലാസ് 8ാം ക്ലാസ്സിനിടയിലാണ്. അപ്പൊ ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കുഴപ്പങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ള കാരണം ഞാൻ പറഞ്ഞത്. അതിനുള്ള കാരണങ്ങൾ 3. 1, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വന്ന മാറ്റം. 2, നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യത്തിൽ വന്ന മാറ്റം. 3, നമ്മുടെ വസ്ത്രധാരണത്തിൽ വന്ന മാറ്റം. ഇത് 3ഉം കുട്ടികളിലെ വൈകാരിക ഭാവങ്ങൾ മാറാനായി കാരണമായിരിക്കുന്നു. ആഹാരത്തിൽ വന്ന മാറ്റം. ഞങ്ങളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ കഴിച്ചത് നമ്മുടെ പറമ്പിലുണ്ടാകുന്ന കപ്പ, ചക്ക, ചേമ്പ്, ചേനൊക്കെ ആയിരുന്നു. നിങ്ങൾ കഴിക്കുന്ന കുർക്കുറ തൊട്ട് ലേസ് തൊട്ട് പപ്സ് തൊട്ട് പെപ്സി തൊട്ട് പിന്നെ എന്നൊക്കെയാ മക്കളെ, മാഗി നൂഡിൽസ് തൊട്ട് പാസ്ത തൊട്ട് അങ്ങനെ പോവുകയാണ്.
ബ്രോയിലർ ചിക്കൻ വറുത്തതാണ് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. അപ്പൊ ഈ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്ന ഹോർമോണുകൾ, കെമിക്കലുകൾ, ടേസ്റ്റ് മേക്കേഴ്സ് വളരെ അധികമാണ്. നമ്മൾ കഴിക്കുന്ന പാല് കൂടുതൽ കിട്ടാൻ പശു എടുക്കുന്ന കാലിത്തീറ്റ, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഹോർമോൺ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഇന്നത്തെ കുട്ടികളിൽ ഏതാണ്ട് 9 വയസ്സ് തൊട്ട് തലച്ചോറില് ഹോർമോൺ പ്രൊഡക്ഷൻ തുടങ്ങാൻ കാരണമായിരിക്കുന്നു. ഒരാണിന് ആണത്വം കൊടുക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. ഒരു പെണ്ണിന് സ്ത്രീത്വം തരുന്ന ഹോർമോണുകളാണ് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. നമ്മുടെ രക്തത്തിൽ കലർന്ന് പ്രവർത്തിക്കുന്ന സാധനമാണ്, ഓജദ്രവ്യങ്ങളാ. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തലച്ചോറാണ്. നമ്മുടെ തലച്ചോറിലെ ഹൈപ്പോതലാമസ് നമ്മുടെ തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി ആൺകുട്ടികളിലെ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണും പെൺകുട്ടികളിൽ ഈസ്ട്രോജൻ എന്നും പ്രൊജസ്ട്രോൺ എന്നും പറഞ്ഞ് 2 ഹോർമോണുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞതിന്റെ കാരണം ഈ ഹോർമോൺ ഇന്ന് നേരത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പൊ ഈ ഹോർമോണ് ശരി, ആൺകുട്ടികളുടെ ഒരു അറിവിലേക്ക് ഒരു കാര്യം ഞാൻ പറയാം. പെൺകുട്ടികളിലെ ഹോർമോൺ പ്രൊഡക്ഷൻ തുടങ്ങി പക്വതയിൽ എത്തിക്കഴിഞ്ഞ് ഒരു 3 വർഷം കൂടെ കഴിഞ്ഞാലേ നിങ്ങൾ ആ പരുവത്തിലാകത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് വലിയ ഗമയൊന്നും എടുക്കണ്ട, ഞങ്ങളെക്കാളും 3 വർഷം പിറകിലാണ് നിങ്ങൾ. ഓക്കെ, അതുകൊണ്ട് ഈ കല്യാണമൊക്കെ ആലോചിക്കുമ്പോഴേ ഈ പ്രായ വ്യത്യാസം ഒരു ഘടകം എന്ന് പറയുന്നത്. ഒരേ പ്രായം അത്ര നല്ലതല്ലെന്ന് സൈക്കോളജിസ്റ്റുകൾ പറയുന്നതിന്റെ കാരണമാണത്. ആൺകുട്ടികൾ നമ്മളെക്കാൾ പുറകിലാണ്, 3 വർഷം പിറകിലാണ്. അപ്പൊ ഈ ആഹാരത്തിൽ വരുന്ന മാറ്റം ഉണ്ടാക്കുന്ന ഹോർമോൺ, ഈ ഹോർമോണില് ഈ അടുത്ത നാളിലായിട്ട് അമേരിക്കയിലും UK-ലും ഒക്കെയുള്ള കുറെ ഡോക്ടേഴ്സിന്റെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ടീനേജേഴ്സിന്റെ പ്രോബ്ലംസിലേക്ക് അവര് കണ്ടുപിടിച്ചിരിക്കുന്നു, ഈ ഹോർമോൺ വളരെ ചെറുപ്പത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതോടെ ഒരു രസതന്ത്രം പിള്ളേരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. ഒരു രാസവസ്തു ഈ കൂട്ടത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ രാസവസ്തുവിന് പ്രണയത്തെ ഉദ്ദീപിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് കുട്ടികളിൽ നേരത്തെ തൊട്ട് ഈ സ്വഭാവം ഉണ്ടാവുന്നു. പ്രണയത്തെ ഉദ്ദീപിപ്പിക്കുന്ന ഈ രാസവസ്തു അപ്പനെ അമ്മയെ മറക്കാനും വീട് മറക്കാനും ഒക്കെ കാരണമായി തീരുന്നെന്നാ പറയുന്നേ. അതുകൊണ്ടാ ഏതെങ്കിലും ഒരു കണ്ടക്ടറെയോ ഡ്രൈവറെയോ പോട്ടറെയോ ഓട്ടോറിക്ഷ ഡ്രൈവറെയോ കാണുമ്പോൾ അപ്പം വേണ്ട, അമ്മ വേണ്ട, ആരും വേണ്ട, എനിക്ക് അവ മാത്രം മതി എന്ന് പറഞ്ഞ് ഓടാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. സംഭവം മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? പക്ഷെ ഈ രാസവസ്തു എല്ലാവരിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചിലര് അതിനെ കൂടുതലായിട്ട് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, ചിലർ അതിനെ കൺട്രോൾ ചെയ്ത് പഠിത്തത്തിലേക്ക്, വേറെ കാര്യത്തിലേക്ക്, ശ്രദ്ധയിലേക്ക്, ചിന്തകളെ ഡൈവേർട്ട് ചെയ്ത് വിട്ടാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അതിനാണ് പിള്ളേരെ നല്ലതായിട്ട് ഓടണം, ചാടണം, നല്ല എക്സർസൈസ് ചെയ്യണം ഒക്കെ പറയുന്നത്. ക്രിക്കറ്റ് കളിക്കണമെന്ന് ഇപ്പൊ ഞാൻ പറയാറുണ്ട്. പണ്ടൊക്കെ വഴിയെ നടന്നു പോയാല് കുട്ടികൾ വെളിയിലൊക്കെ നിന്ന് കളിക്കുന്നത് കാണാം, എല്ലാ വീടിന്റെയും വാതിക്കലോ സ്കൂളിന്റെ വാതിക്കലോ ഒക്കെ. ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല, ഞാൻ കാണാറില്ല. പിന്നെ മുതിർന്നവരും കാണാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ എല്ലാവരും ടിവിയുടെ മുന്നിലും കമ്പ്യൂട്ടറിന്റെ മുന്നിലും ഇങ്ങനെ ഇരിക്കുകയാണ്, പൊരുന്ന കൊഴിയിരിക്കുന്ന പോലെ. അതെ, അവിടെ ഇരിക്കുക. ഒരു ഹെൽത്തി അല്ല ഇപ്പോഴത്തെ പിള്ളേര്. ഓടി ചാടി നടക്കുമ്പോൾ നമ്മുടെ ഹോർമോണിലെ രാസവസ്തുക്കളൊക്കെ ഒത്തിരി അങ്ങ് പോകുകയില്ലാണ്ടായി. അതുകൊണ്ട് ചുമ്മാ ഇരുന്ന് ആവശ്യമില്ലാത്ത കാര്യം ചിന്തിക്കരുത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആവശ്യമില്ലാത്ത ചിന്തകളെ താലോലിക്കരുത്. ഇത് നേരത്തെ നിങ്ങളില് ഈ കുഴപ്പങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് വേണ്ടാദിനങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഇനിയും ബാല്യത്തിലെ നിങ്ങളെ സ്വാധീനിക്കുന്ന 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും നിങ്ങളില് ഇമോഷൻസിനെ ഉണ്ടാക്കും. പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ കാണാനൊന്നും ഇല്ലായിരുന്നു, കേൾക്കാനുണ്ടായിരുന്നില്ല. ആകെ ഒരു റേഡിയോ, അതിനകത്തൊന്നും ആവശ്യം എന്നതാ വല്ലതും കേൾപ്പിക്കോ വീട്ടുകാര്? എന്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു അതിനകത്തൊന്നും നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്രം വരും, അത് രാത്രി 10 മണിക്ക് ശേഷം. അത് കേൾക്കണമെങ്കിൽ എത്ര പേരുടെ കാലും കൈയും പിടിക്കണം. ഇനി അഥവാ ഇനി കേൾക്കുമ്പം അതിനകത്തൊന്ന് ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, ഒരു പാട്ടാ, മെയിൽ പാതി പകുത്ത് തരൂ മനസ്സിൽ, ഈ പാട്ടുമല്ല ഇങ്ങോട്ട് വരുന്ന എൻ്റെ അപ്പനൊക്കെ ചാടി ഓഫ് ചെയ്യും. എന്നിട്ട് പറയും പോയി കിടന്ന് ഉറങ്ങണീന്ന് പറയും. നേരെ തിരിച്ച് അതിനകത്തൊന്ന് നിത്യവിശുദ്ധി ഞാൻ കന്യാമറിയമേ നിന്നാമോ വാഴ്ത്തപ്പെടട്ടെ എന്നുള്ള പാട്ടുമല്ല വന്ന അപ്പന് തോളിയും കൂട്ടി വെച്ചിട്ട് മക്കളെല്ലാം വന്നിരുന്ന് വാടി പഠിക്കാൻ. അന്ന് ഞങ്ങളുടെ വീട്ടിലെ സെൻസർ ബോർഡ് അപ്പനായിരുന്നു. ഇന്ന് നിങ്ങളുടെ വീട്ടിലെ സെൻസർ ബോർഡ് നിങ്ങളാണ്. ശരിയല്ലേ? നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും വിശേഷപ്പെട്ട സാധനം TV. ഇതിന്റെ റിമോട്ട് കൺട്രോൾ ആരുടെയില്ല? നിങ്ങളുടെ കയ്യിൽ. അതുപോലെ തന്നെ സ്വന്തമായിട്ട് മെയിൽ ID-യുമായിട്ടാണ് ഓരോന്നെങ്കിലും ഇങ്ങോട്ട് പ്രസവിച്ചു പോരുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ലേബർ റൂമിൽ കിടക്കുമ്പോഴേ ഇത് ഉണ്ടാക്കി എടുക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയം.
സ്വന്തം മെയിൽ ഐ ഡി ഇല്ലാത്തവരാരുമില്ല. ഫേസ്ബുക്കിൽ 1000-ലധികം ഫ്രണ്ട്സ്. 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേർക്ക് 500, 600, 800 ഫ്രണ്ട്സ്. എന്തിനാണിത്? എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക പിള്ളേരോട്, എന്ത് നേടി? ഒരു ഫ്രണ്ടിന് വേണ്ടി നിങ്ങൾ എത്ര മിനിറ്റ് കളയുന്നു? 500 ഫ്രണ്ടിന് വേണ്ടി ഒരു ദിവസം എത്ര മിനിറ്റ് കളയുന്നു? ഒരു ദിവസം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഒരു മാസം എടുത്തു നോക്ക്. ആവശ്യമില്ലാതെ എന്തുമാത്രം സമയം, എനർജി നിങ്ങൾ വേസ്റ്റ് ആക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കേണ്ടെന്നും നിങ്ങളങ്ങ് ശിലായുഗത്തിൽ പോകണമെന്നൊന്നും ഞാൻ പറയില്ല. എല്ലാം നിങ്ങൾക്ക് വേണം. പക്ഷേ നിങ്ങളുടെ വിരൽ തുമ്പിൽ വേണ്ടാത്ത പലതും നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം. മൊബൈലിലാണെങ്കിലും ഒക്കെ തന്നെ സംഭവിക്കുന്നത് വളരെ കുഴപ്പങ്ങൾ പെൺകുട്ടികളുടെ ഇടയിലും ഉണ്ട്. ആവശ്യമില്ലാത്ത പടങ്ങൾ, ആവശ്യമില്ലാത്ത ചിത്രങ്ങളൊക്കെ നിങ്ങളിൽ വികാരങ്ങളെ ഉണ്ടാക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളിൽ ഇമോഷൻസിനെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. പിന്നെ ഒത്തിരി കുഴപ്പങ്ങൾ കുടുംബജീവിതത്തിൽ പലരും പരാജയപ്പെടുന്നതിന്റെ കാരണങ്ങളൊക്കെ ഇതാണ്. കടുത്ത ഏകാന്തതയിലേക്കൊക്കെ പോവും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മനസ്സിനെ തിരിച്ചുവിടരുത്. കേട്ടല്ലോ? ചിന്തകളെ നല്ല വഴിക്ക് തിരിച്ചുവിടുക. നല്ല കാര്യങ്ങൾ കാണുക, അതിനകത്ത് നല്ല കാര്യങ്ങളുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയാൽ നിങ്ങൾ അതിന് അഡിക്റ്റ് ആകും. കള്ളുകുടിയന്മാർ അഡിക്റ്റ് ആകുന്നത് പോലെ തന്നെയാണ് ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇന്നത്തെ ചെറുപ്പക്കാര് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം വേണ്ടാത്ത ഈ ഇന്റർനെറ്റിൽ കൂടെ നിങ്ങൾ കാണുന്ന കാര്യങ്ങളും മൊബൈലിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തുന്ന പല കാര്യങ്ങളുമാണ്. ഒത്തിരി ഉദാഹരണങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക, വളരെയേറെ സൂക്ഷിക്കുക. കാണുന്നതും കേൾക്കുന്നതും ഇമോഷൻസിനെ ഉണ്ടാക്കാം. കേൾക്കുന്ന പാട്ടുകളിൽ തന്നെയുണ്ട് ഇമോഷൻസ്. പിന്നെ മൂന്നാമത്തെന്ന് പറയുന്ന വസ്ത്രധാരണമാണ്. പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടേ എന്ന് പറഞ്ഞ് എല്ലാവരും ഇതിൽ ഓടുകയാണ്. ഞാൻ പെൺകുട്ടികളെ, ചൂഷണം ചെയ്യപ്പെടുന്ന പെൺകുട്ടികളെയും കുറ്റം പറയുന്ന കൂട്ടത്തിലാണ്. ഒരു പരിധി വരെ നമ്മുടെ കയ്യിൽ കുഴപ്പമുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ആണുങ്ങളുടെ മാത്രം കുറ്റമാണ് അതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ സംഭവം എല്ലാവരും പറയുമ്പോഴും ഞാൻ ചോദിച്ചു, ആ പെൺകുട്ടി എന്തിന് 2 മണിക്ക് സിനിമ കാണാൻ പോയി? 2 മണിക്ക് സിനിമ കാണാൻ പോയാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എനിക്ക് നമ്മുടെ നാട്ടിൽ പറ്റുന്നില്ല, വിദേശത്താണെ പറ്റും. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നില്ല അത്ര പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ അവിടെ ഞാൻ ട്രാവൽ ചെയ്തത് മുഴുവൻ രാത്രികളിലാണ്. കാരണം രാത്രി 11 മണിക്ക് ശേഷമുള്ള ഫ്ലൈറ്റിന് ചാർജ് പകുതിയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ 9 പ്രാവശ്യം ഞാൻ ട്രാവൽ ചെയ്തു. അത് മുഴുവൻ ഞാൻ രാത്രികളിലാണ്. പക്ഷേ പേടിക്കണ്ട. പക്ഷെ നമ്മുടെ നാട്ടിൽ നമുക്ക് പേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അതുകൊണ്ട് പെൺകുട്ടികൾ അങ്ങനെ ഇത് ആണും പെണ്ണും തമ്മിൽ ഈക്വാലിറ്റിയുടെ കാലമാണെന്നും പറഞ്ഞ് തുറന്നിറങ്ങി നടക്കണമെന്നൊരു വിചാരക്കാരിയല്ല ഞാൻ. പക്ഷേ അത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾ നാണിച്ച് അകത്തോട്ട് വലിയണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നല്ല ബോൾഡായിരിക്കണം. പക്ഷേ ആൺകുട്ടികൾക്ക് അവരുടെ ലൈംഗികത എന്ന് പറയുന്ന ആണുങ്ങളിൽ വളരെ പെട്ടെന്ന് ഉത്തേജിപ്പിക്കപ്പെടും. അതിനൊരു സ്ത്രീയുടെ വസ്ത്രധാരണം മതിയാവും, പെരുമാറ്റം മതിയാവും, ഒരു ചിരി മതിയാവും. ഒരു നോട്ടം പോലും പുരുഷനിൽ ലൈംഗിക വികാരങ്ങളെ പെട്ടെന്ന് ഉണർത്താം. അവൻ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടക്കും. അവന് കാര്യം കാണണം. അവൻ എങ്ങനെയെങ്കിലും കാര്യം കാണും. അത് കഴിഞ്ഞ് വീണ്ടും അവൻ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് പഴയ മട്ടിലായി പോകും. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ ഒത്തിരി സംഭവങ്ങൾ കാണുന്ന ഒരാളാണ്. ഇവിടെ 10ഉം 12ഉം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ അമ്മയാവുന്ന എന്തോരം കേസുകൾ ഞാൻ കാണുന്നു. പല സിസ്റ്റേഴ്സ് നടത്തുന്ന പല സ്ഥാപനങ്ങളിലും വന്ന് പ്രസവിച്ചിട്ട് കൊച്ചിനെ ഉപേക്ഷിച്ച് പോകുന്ന കുട്ടികളെയൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ പെൺകുട്ടികളോട് പറയുന്നത്, നല്ല വസ്ത്രധാരണം, ആകർഷകമായിട്ട് നടക്കണം, ഭംഗിയിൽ നടക്കണം, ഫാഷനിൽ നടക്കണം. പക്ഷേ ഫ്രീ ആയിട്ട് നടക്കണ്ട, കാണിക്കണ്ട. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴത്തെ വസ്ത്രങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈയിടെ ഒരു പെണ്ണ് കൗൺസിലിങ്ങിന് വന്നതാ. അതിൻ്റെ ഒരു ഡ്രസ്സ് അതിന് പറയണമെന്ന് എനിക്കറിയില്ല എന്നാ ഡ്രസ്സാണ്. ഇവിടെ ഒരു ഒറ്റ വള്ളിയുള്ളൂ, അതിലാണ് ആ സംഭവം നിൽക്കുന്നത്. ഞാൻ ഈ സൈഡിൽ വള്ളിയില്ല, ഈ സൈഡിൽ ഒരു വള്ളിയാണ്. ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കുറേ നേരം എനിക്കങ്ങ് ശരിക്കും ഞാനൊരു ഗവേഷണം നടത്തുമായിരുന്നു കുറേ നേരമേ. എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എന്തിനാ ഫാഷന്റെ പേരിൽ അങ്ങനെ എന്തും കാണിക്കുന്നത്? പെൺകുട്ടികളോട് പറയുന്നത് മനസ്സിലായോ? നീറ്റായിരിക്കണം, അന്തസ്സായിരിക്കണം. ഷോള് പോലും ചിലപ്പോൾ ഈ പെടലിയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അത് കുറച്ചൊരു താത്തിട്ട് എന്താ കുഴപ്പം? അതിനുവേണ്ടിയുള്ള സാധനമാണത്. അപ്പൊ അതുകൊണ്ട്
പെൺകുട്ടികളെ മാത്രം ഞാൻ കുറ്റം പറയില്ല, അമ്മമാരെയും ഞാൻ കുറ്റം പറയും. അമ്മമാർക്ക് ഇതൊന്നും കാണാൻ നേരെയില്ലെന്ന് എനിക്കറിയില്ല. ഫാഷൻ്റെ പേരിൽ എന്തും കാണിക്കുക. ആൺപിള്ളേർ അത്ര ഒന്നും പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ പുറകുവശത്ത് ഇങ്ങനെ ഇച്ചിരി അങ്ങ് ഇറക്കി വെക്കും, അങ്ങനെ അല്ലേ മക്കളെ? ജോക്കി 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 എന്ന് പിന്നെ ഇങ്ങനെ പല പ്രാവശ്യം വായിക്കും. ഞാൻ അത് വായിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഫ്രീ ആയിട്ട് നമ്മുടെ ശരീരം വേറൊരാൾക്ക് കാണാനായിട്ട് കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ടിക്കറ്റ് വെച്ച് കാണിക്കണ്ട, ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ശരീരവും മനസ്സും വിശുദ്ധമായി സൂക്ഷിക്കുക. പുഴുക്കുത്തേൽക്കാതെ അതിൻ്റെ എല്ലാ മനോഹാരിതയോടും കൂടി സൂക്ഷിക്കുക. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച്, ആൺകുട്ടികളും സെക്ഷലി മിസ്യൂസ് ചെയ്യപ്പെടുന്ന കേസുകൾ ഇന്ന് വരുന്നുണ്ട്. അതില് പലപ്പോഴും പ്രായത്തിൽ മുതിർന്നവരുമായി ചങ്ങാത്തം കൂടണ്ട. ആവശ്യമില്ലാത്ത ചങ്ങാത്തം കൂടരുത്. ഏതെങ്കിലും വൃത്തികേടുകളിലേക്ക് അവർ നയിക്കുന്നു എന്നുണ്ടെങ്കിൽ നോ എന്ന് പറയാൻ പറ്റണം. ശരീരത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കരുത്. ആൺകുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഇതുപോലെയുള്ള കേസുകൾ ധാരാളം വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വസ്ത്രധാരണം പ്രശ്നങ്ങൾക്ക് കാരണമാകാം. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇത് മൂന്നും നമ്മൾ സൂക്ഷിക്കണം. കഴിക്കുന്ന ആഹാരത്തിൽ വന്ന മാറ്റം, നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യത്തിൽ വന്ന മാറ്റം, വസ്ത്രധാരണം, ഇവയൊക്കെ ഇമോഷൻസിനെ ഉണ്ടാക്കുന്നു. വൈകാരിക ഭാവങ്ങൾ നേരത്തെ ഉണ്ടാകുന്നു. അതുകൊണ്ട് കൗമാരം പലപ്പോഴും ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്നത് കുഴപ്പങ്ങളുള്ള പിള്ളേരുടെ ഒരു കൂട്ടായ്മ എന്നാണ്. അതുകൊണ്ട് കുഴപ്പക്കാരാന്നാ പറയുന്നത്, ഞാൻ അങ്ങനൊന്നും പറയില്ല, നല്ല പിള്ളേരാ നിങ്ങൾ. അതുകൊണ്ട് കൗമാരത്തിന്റെ പ്രത്യേകത, പെട്ടെന്ന് ദേഷ്യം വരാറുണ്ടോ? ഉണ്ടോ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പൊട്ടിത്തെറിക്കാറുണ്ടോ? ആരോടൊന്നില്ലാതെ നിന്ന് തുള്ളാറുണ്ടോ? അമ്മ ഉപദേശി, അമ്മ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ നേരെ കഴിഞ്ഞുകൊണ്ട് 100 പ്രാവശ്യം ഞാൻ അമ്മയോട് പറയില്ല എൻ്റെ പുറകെ നടക്കരുത്, എൻ്റെ പുറകെ നടക്കരുത്, ഞാൻ 100 പ്രാവശ്യം അമ്മയോട് പറയില്ല. എനിക്കറിയാം, നമ്മുടെ സ്ഥിരം ഒരു ഡയലോഗാ. എന്നതാ? എനിക്കറിയാം. എടാ പരീക്ഷ ഇങ്ങ് അടുത്തെന്ന്, നീ എല്ലാ ദിവസവും ഉണ്ടെന്ന്, നീ ഇങ്ങനെ നടന്നാ എങ്ങനെയാ നമ്മെ? എനിക്കറിയാം. സത്യത്തിൽ നിങ്ങൾക്ക് വല്ലതും അറിയാവോ? എന്തിനാ വെറുതെ ഈ അമ്മയപ്പനെ ഇങ്ങനെ എനിക്കറിയാമെന്നും പറഞ്ഞ് വെറുതെ വട്ടുപിടിപ്പിക്കുന്നത്? ഈ പ്രായത്തിന്റെ ഒരു പ്രത്യേകതയാണത്. ഉപദേശികളെ ഇഷ്ടമല്ല, ഉപദേശങ്ങളെ ഇഷ്ടമല്ല. അമ്മ ഉപദേശി, അപ്പൻ ഉപദേശി, അച്ഛൻ ഉപദേശി, ടീച്ചർ ഉപദേശി, ഇതൊന്നും പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവച്ച് ഉപദേശിക്കുക. നമുക്ക് ഉപദേശികളെ ഇഷ്ടമല്ല, ഉപദേശങ്ങളെ ഇഷ്ടമല്ല. പിന്നെ ഈ പ്രായത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല. ശരിയല്ലേ? പഠിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്ന വർഷം നമ്മളൊരു തീരുമാനം എടുക്കത്തില്ലേ? എന്നാണേലും ഈ വർഷം ഞാൻ നല്ലതായിട്ട് പഠിക്കും. എത്ര ദിവസം പഠിക്കും? 2 ദിവസം അല്ലേ? ഒരാഴ്ച പഠിക്കുമോ? ഇല്ല, 2 ദിവസം. അപ്പൊ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. പല തീരുമാനങ്ങളും നമ്മൾ എടുക്കും, പക്ഷെ നടപ്പിലാകത്തില്ല. പിന്നെ ഈ പ്രായത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, പഠിക്കുന്ന പുസ്തകം കാണുമ്പം ഉറങ്ങിപ്പോവുക. സിനിമ കണ്ടാൽ ഉറങ്ങില്ല. രാത്രി മുഴുവൻ വേണമെങ്കിൽ കുത്തിയിരുന്ന് കമ്പ്യൂട്ടർ മുന്നിലിരിക്കാം, TV കാണാം, നമുക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ പഠിക്കുന്ന പുസ്തകം കാണുമ്പോൾ ഉറക്കം വരും. അതൊരു രോഗമാണ്, അങ്ങനെ വരാറുണ്ട്. പിന്നെ ഈ പ്രായത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ കൂട്ടുകാരോടാ ഈ താല്പര്യം. ശരിയല്ലേ? കൂട്ടുകാർ പറയുന്നത് ശരിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞല്ലോ, അവൻ പറഞ്ഞല്ലോ, അവൻ അങ്ങനെയാണല്ലോ ചെയ്തത്, അവൻ്റെ അമ്മ വഴക്ക് പറയുന്നില്ലല്ലോ, ഇനി അമ്മയ്ക്ക് എന്നാ ഇത്ര സൂക്കേട്? നമ്മൾ സ്ഥിരം അമ്മയോട് ചോദിക്കുന്നതല്ലേ. എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ ഒരു കുഴപ്പമില്ല, അവന് മൊബൈലെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ അമ്മയ്ക്ക് എന്നാ ഇത്ര സൂക്കേട്? അതെ, അപ്പൊ കൂട്ടുകാരാണ് ശരിയെന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ ഈ പ്രായത്തിലുള്ള വേറൊരു കുഴപ്പം, ആൺകുട്ടികളോട് ഞാൻ ചോദിച്ചോട്ടെ, ഈ പെണ്ണുങ്ങളോട് ഏതാണ്ടൊരു ഏതെന്നോ എന്തിനോ തോന്നുന്നൊരിഷ്ടം, എപ്പോഴോ തോന്നുന്നൊരിഷ്ടം തോന്നാറുണ്ടോ? ഇല്ല. എന്നാ എന്തോ കുഴപ്പമുണ്ടെന്നാ അതിൻ്റെ അർത്ഥം. എന്തോ കുഴപ്പമുണ്ടെന്നാ. നിങ്ങൾക്കോ? അങ്ങനെ തോന്നാറേ ഇല്ല ആണുങ്ങളോട്. ആണുങ്ങൾ ഈ ആണുങ്ങളല്ല, കണ്ടക്ടർ, ഡ്രൈവർ, പോർട്ടർ, ഓട്ടോറിക്ഷ ഡ്രൈവർ, അങ്ങനെ നിങ്ങളുടെ ഹൃദയം കവരുന്ന ആരുമില്ല? ഇല്ല. നോണയാണ്. അതെ, ഈ പ്രായത്തിൽ ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നും. ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും തോന്നുന്ന അട്രാക്ഷൻ ദൈവം തമ്പുരാൻ തന്നിരിക്കുന്നതാണ്. കുടുംബങ്ങളുടെ നിലനിൽപ്പിന്, മനുഷ്യന്റെ ജനനത്തിന്
ദൈവം തമ്പുരാൻ ആ അട്രാക്ഷൻ തന്നില്ലെങ്കിൽ അമ്മയും അപ്പനുമായി കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. അത് വേണം, അതിനൊരു നല്ല വശമുണ്ട്. പക്ഷേ അത് ഇപ്പൊ കല്യാണം ആലോചിക്കാൻ തന്നിരിക്കുന്നതല്ല, അതിനെല്ലാം ഒരു സമയമുണ്ട്. ഒരു ചെടി കുഴിച്ചു വെക്കാനൊരു സമയം, അത് വളരാനൊരു സമയം, അത് പൂക്കാനൊരു സമയം, കായ്ക്കാനൊരു സമയം, പറിക്കാനൊരു സമയം, എല്ലാത്തിനും ഇപ്പം നിങ്ങളുടെ സമയം അതല്ല. അതുകൊണ്ട് ഈ കൗമാരത്തിന്റെ സ്വഭാവങ്ങളുടെ പ്രത്യേകതകളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ കൗമാരം വിജയകരമായി കടത്തിവിടുന്നവരൊക്കെ ഇവിടെ ജീവിത വിജയം നേടുന്നു. കൗമാരം അലക്ഷ്യമായി കടത്തിവിടുന്നവരൊക്കെ ജീവിതത്തിൽ പരാജയങ്ങളെ ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് കൗമാരം നമുക്ക് വിജയകരമായി കടത്തിവിടണം. ക്യാൻ യു ചേഞ്ച്? ക്യാൻ യു ചേഞ്ച്? ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കണം. നമുക്ക് ഇന്നലെ വരെ നമ്മൾ എന്തായിരുന്നോ, നമ്മുടെ എന്ത് കുഴപ്പമുണ്ടായിരുന്നോ അത് നമുക്ക് ഇന്ന് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം. ഈ അരമന പരിസരത്ത് എവിടെയെങ്കിലും കിടക്കട്ടത്, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് സന്തോഷമായിട്ട് തിരിച്ചു പോകണം. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട തീരുമാനത്തിൽ ഒന്നാമത്തെ തീരുമാനം ഇതാണ്: എനിക്ക് മാറാൻ കഴിയും. എനിക്ക് മാറാൻ കഴിയും. കഴിയോ? ക്യാൻ യു ചേഞ്ച്? രണ്ടാമത്തെ തീരുമാനം, ഞാൻ മാറിയേ തീരൂ. ഞാൻ മാറിയേ തീരൂ. മൂന്നാമത്തെ തീരുമാനം, ഞാൻ മാറും. ഞാൻ മാറും. ബുക്കും പേനയൊക്കെ കയ്യിലുണ്ടല്ലോ, കുറിച്ചു വെച്ചോ കേട്ടോ. എനിക്ക് മാറാൻ കഴിയും, ഞാൻ മാറിയേ തീരൂ, ഞാൻ മാറും. എന്താ നമ്മുടെ തീരുമാനം? ഞാൻ മാറും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതുവരെയുള്ള സമയത്ത് മണ്ടത്തരം കാണിച്ചൊക്കെ പോട്ടെ, നമുക്കിനി നല്ല കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചുവിടാം. അതിന് മാറിയേ പറ്റൂ. യു ഷുഡ് ടേക്ക് ഡീവിയേഷൻ. ഡീവിയേഷൻ എടുത്തേ പറ്റൂ. അതിന് ആദ്യം വേണ്ടത് ഒരു ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ്മെന്റ്. ജീവിത വിജയം നേടണമെങ്കിൽ നിങ്ങൾക്കൊരു കൃത്യനിഷ്ഠ വേണം. അതിന് വളരെ എളുപ്പം ഞാൻ പറഞ്ഞു തരികയാണ്, എൻ്റെ സമയം തീരുകയാണ്. ഒന്ന്, ടൈം മാനേജ്മെന്റിന് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. കൃത്യമായി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി അത് നിങ്ങൾ പഠിക്കുന്നിടത്ത് ഒട്ടിച്ചു വയ്ക്കുക. എന്നിട്ട് എല്ലാ ദിവസവും ഒരേ സമയത്ത് എഴുന്നേൽക്കുക, കഴിയുന്നത്ര ഒരേ സമയത്ത് ഉറങ്ങാൻ പോവുക. എല്ലാ ദിവസവും രാവിലെ 8 മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ 8 മണിക്ക് എഴുന്നേറ്റാൽ മതി, അത് 9 മണിക്കാക്കണ്ട. 8 മണിക്കല്ലേ എഴുന്നേക്കുന്നത്? അല്ല, എത്ര മണിക്കാ? 5 മണിക്കോ? വൈകുന്നേരം 5 മണിക്കാണോ? ഓ, എന്നാ നല്ല പിള്ളേരാ. നിങ്ങളുടെ ഒരു ഫോട്ടോ കൊണ്ടുപോകണമല്ലോ എനിക്ക്. വേറെ ഓരോ പിള്ളേരൊക്കെ 7 മണിക്കും 8 മണിക്കും 10 മണിക്കൊക്കെ എഴുന്നേക്കുന്നത്. 5 മണിക്ക് എഴുന്നേക്കും അല്ലേ? 4:30 എഴുന്നേക്കും, 7:30. ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ എഴുന്നേക്കാൻ പറ്റിയാലാത്തതുകൊണ്ട് വേണേൽ എഴുന്നേറ്റോ. രാവിലെ ഒരു 2 മണിക്കൂർ, വൈകുന്നേരം ഒരു 3 മണിക്കൂർ പഠിക്കാനായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കുക. രാവിലെ 5 മണി മുതൽ 7 മണി വരെ, അല്ലെങ്കിൽ 5:30 മുതൽ 7:30 വരെ മതി, ധാരാളം. വൈകുന്നേരം ഒരു 7 മണി മുതൽ 10 മണി വരെ, 7:30 മുതൽ 10:30 വരെ നിങ്ങൾ കൃത്യമായൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. പഠിക്കാനിരിക്കുമ്പോൾ ഇടത് കയ്യിൽ ടെക്സ്റ്റ്, വലത് കയ്യിൽ പെന്ന, മുന്നിൽ ഒരു റഫ് ബുക്ക്. കുറിച്ച് പഠിക്കുക, നോട്ട് ചെയ്ത് പഠിക്കുക, എഴുതി പഠിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ. റിവൈസ്, റിസൈറ്റ് ആൻഡ് റിപ്പീറ്റ്. റിവൈസ് ചെയ്യുക, റിസൈറ്റ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. പഠനത്തിന് നിങ്ങളുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുക. പഠനത്തെ ആഘോഷമാക്കി മാറ്റുക. പഠനത്തെ ആഘോഷമാക്കി മാറ്റുക. അപ്പൊ നല്ലൊരു സ്റ്റുഡൻ്റായി മാറാൻ നമ്മൾ ഇന്ന് തീരുമാനിക്കണം കേട്ടോ. കൗമാരത്തിൽ നമ്മുടെ പണി അതാ. നമ്മുടെ പണി പഠിക്കുക എന്നുള്ളതാ. ഇപ്പോഴാണ് പഠിക്കാനുള്ള ഏറ്റവും നല്ല സമയം. ആ സമയത്ത് പഠിക്കണം. എന്നിട്ട് നല്ലൊരു സ്വപ്നം കാണണം. നല്ല കറങ്ങുന്ന ഒരു കസേരയും നല്ലൊരു AC റൂമൊക്കെ ആയിക്കോട്ടെ. നമ്മൾ ജോലി ചെയ്യാൻ ഇരിക്കാൻ പോകുന്ന സ്ഥലം ഭയങ്കര രസമായിക്കോട്ടെ. എന്തിനാ കുറയ്ക്കുന്നേ? അതെ, അവിടെ നമ്മളെക്കാത്ത് പുറത്ത് നിൽക്കുന്ന കുറെ ആൾക്കാർ, എന്ത് രസം, നമ്മൾ ഓഫീസിൽ ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നല്ല നല്ല സ്വപ്നങ്ങൾ മാത്രം കാണുക. മോശമായ സ്വപ്നങ്ങളൊന്നും കാണണ്ട കേട്ടോ. ചെകുത്താനെയും പാമ്പിനെയും ഒന്നും കാണണ്ട. നല്ല കറങ്ങുന്ന കസേരയും AC റൂമൊക്കെ കണ്ടാൽ മതി. എന്നിട്ട് നമ്മൾ പിന്നെ ജോലി കിട്ടുമ്പോൾ മേടിക്കുന്ന കാറ് വേണേ സ്വപ്നം കണ്ടു, വേണ്ടേ? അതേ നമ്മളങ്ങനെ ഓടിച്ചു പോകുന്നതൊക്കെ അതൊക്കെ കണ്ടു, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പഠിക്കുന്ന സമയത്ത് പഠിക്കണം. അപ്പൊ ഹൗ ടു സ്റ്റഡി, അതാ ഞാൻ പറഞ്ഞത്. മനസ്സിലായല്ലോ? നല്ലൊരു ടൈം മാനേജ്മെന്റ് ഉണ്ടാവണം. ആ ടൈം മാനേജ്മെന്റ് വെച്ച് കൃത്യനിഷ്ഠയോടെ പഠിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഒരു കാര്യവും ഐ കനോട്ട് പറഞ്ഞു തുടങ്ങരുത്. എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒരു കാര്യവും തുടങ്ങരുത്. എന്ത് തുടങ്ങുമ്പോഴും യെസ് ഐ ക്യാൻ ഡു ഇറ്റ്, യെസ് വി ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ
ഡു ഇറ്റ്, എനിക്കിത് ചെയ്യാൻ കഴിയും, ചെയ്യും ഞാൻ. അങ്ങനെ തീരുമാനം എടുത്തിട്ട് വേണം തുടങ്ങാൻ. നന്നായി എന്ത് ചെയ്യുമ്പോഴും ചെയ്യുന്നതായിട്ട്. ആഹാരം കഴിക്കണോ, അത് എൻജോയ് ചെയ്ത് കഴിക്കണം. അയ്യേ പുട്ട്, ആർക്ക് വേണം പുട്ട് എന്ന് പറഞ്ഞ് വെള്ളം ഉണ്ടാക്കി കഴിക്കാതെ പോകരുത്. പുട്ട് അത്ര മോശമുള്ള സാധനമാണോ? നല്ല സാധനം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അത് എന്ത് കഴിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെതായ ഒരു സ്റ്റൈൽ ഉണ്ടാവണം നമുക്ക്, കേട്ടോ. എന്നിട്ട് പിന്നെ പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ഒക്കെ ഉണ്ടായി കൃത്യനിഷ്ഠയോടെ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ പുറകോട്ട് പോവില്ല. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ഞാൻ അങ്ങനെ നല്ലൊരു സ്റ്റുഡൻ്റ് ആകാൻ നിങ്ങളോട് പറയാം. ഞാൻ നല്ലൊരു മകനാണോ മകളാണോ? ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അനലൈസ് ചെയ്യണം. വെൻ യു കോസ് എ പെയിൻ ടു സംബഡി ദാറ്റ് ഈസ് സിൻ എന്നാ പറയാ. നിങ്ങളുടെ സാമീപ്യം ആർക്കെങ്കിലും നൊമ്പരത്തിന് കാരണമാകുന്നുവെങ്കിൽ ലോകത്തിലേക്ക് വലിയ പാപമാണത്. പാപം ചെയ്യരുത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് തീരുമാനിക്കുക, വീട്ടിൽ നമ്മളുള്ള സമയം നമ്മുടെ വീട്ടുകാർക്ക് നമ്മളെ കൊണ്ടൊരു സുഖം വേണം, വേണ്ടേ? ക്ലാസ്സിൽ നമ്മൾ വന്നാൽ നമ്മുടെ കൂട്ടുകാർക്ക് ഒരു രസം വേണം, നമ്മുടെ ടീച്ചേഴ്സിനൊരു നല്ല അനുഭവം ആവണം. നിങ്ങൾ എവിടെയായിരിക്കുന്നോ ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ കൂടെ ആയിരിക്കുന്നവർക്ക് നമ്മളെ കൊണ്ടൊരു സന്തോഷം കൊടുക്കാൻ പറ്റണം. ഓക്കെ? അപ്പം അതിനൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ആർ യു ഓക്കെ? പക്ഷെ ചില കുട്ടികൾ അത്ര ഓക്കെ അല്ലെന്ന് തോന്നുന്നു. ചെരിഞ്ഞിരിക്കുന്നു, ഉറക്കം വരുന്നു, ഇന്നലെ ഉറങ്ങിയില്ലെന്ന് എനിക്കൊരു സംശയം. അതാ പഠിക്കാനും പറ്റാത്തത്. അപ്പോഴേ ആർ യു ഓക്കെ? അതുകൊണ്ട് മനസ്സിനോട് തന്നെ പറയണം, ഐ എം ഓക്കെ. എന്നതാ? ഐ എം ഓക്കെ. പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ, എൻ്റെ ക്ലാസ്സിൽ പലരും ഓക്കെ അല്ല. ഇവിടെ ഇരിക്കുന്ന ചിലരുടെ മുഖഭാവം കണ്ടപ്പോൾ ഞാൻ എല്ലാവർക്കും മാർക്കിട്ട്. ചിലര് അതിന് പണ്ടേ ഞാൻ ഓക്കെ ആയിരുന്നല്ലോ, ഞാൻ ഓക്കെയാ, പക്ഷെ ഇവന്മാർ ഓക്കെ അല്ലാത്ത കുഴപ്പം. ഐ എം ഓക്കെ ബട്ട് ഹീ ഈസ് നോട്ട് ഓക്കെ. ഇനി വേറെ ചിലരുടെ വിചാരം എന്നാണെന്നറിയാം ഇതിനകത്തിരിക്കുന്നത്? ശരിക്കും ഇവർ പറയുന്നത് സത്യം. എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, കുറച്ച് നാളായിട്ട് ഞാൻ ഓർക്കുക, എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, എനിക്ക് എന്ത് കുഴപ്പമുണ്ട്. ഐ ആം നോട്ട് ഓക്കെ, ദേ ആർ ഓൾ ഓക്കെ. ഇത് ഇവിടെ ഇരിക്കുന്ന വേറെ ചിലരുടെ ആറ്റിറ്റ്യൂഡ് ഞാൻ പറയട്ടെ. ഞാനും കണക്കാ, ഇവരും കണക്കാ, എല്ലാം കണക്കാ. ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അപ്പൊ ഇത് ഓരോ ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ട ആറ്റിറ്റ്യൂഡ് എന്നാന്നറിയാം, ഐ എം ഓക്കെ, യു ആർ ഓക്കെ. ഐ എം ഓക്കെ, യു ആർ ഓക്കെ. മനസ്സിനെ ഒരു ദിവസം ഒരു 100 പ്രാവശ്യം പറഞ്ഞ് പഠിപ്പിക്കണം. ഐ എം ഓക്കെ, ഐ എം ഓക്കെ, ഐ ആം ഓക്കെ. എഴുതിയോ? ഐ ആം ഓക്കെ. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഐ എം ഓക്കെ, യു ആർ ഓക്കെ. അടുത്തത് ഐ വിൽ ബി ഹാപ്പി. ഐ വിൽ ബി ഹാപ്പി. ചിരിക്കാൻ പഠിക്കുക, ചിരിപ്പിക്കാൻ പഠിക്കുക. സന്തോഷമുള്ള മുഖഭാവം ആകർഷകമായ വ്യക്തിത്വത്തിന്റെ ലക്ഷണമാണ്. സന്തോഷമുള്ള മുഖഭാവം ആകർഷകമായ വ്യക്തിത്വത്തിന്റെ ലക്ഷണമാണ്. ഇല്ലെങ്കിൽ ഞാനൊരു എക്സർസൈസ് തരാം. നല്ല ദേഷ്യം വരുമ്പം ഓടിച്ചെന്നൊരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കണം. എന്നാ വൃത്തികേടാ നിങ്ങളെ കാണാന്ന് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല സങ്കടം എന്ന് വെച്ചുകൊണ്ട് ഒരു കണ്ണാടി നോക്കണം. നമുക്ക് നോക്കാനെന്ന് വെച്ചാൽ കാണാൻ പോലും പറ്റത്തില്ല. അത് നല്ല സന്തോഷം വരുമ്പം ചിരിച്ചോണ്ടൊന്ന് നോക്കിക്കേ, നമ്മളെല്ലാം കാണാൻ ഒരു ഭംഗിയുണ്ട്, നമ്മളെല്ലാവരും കാണാൻ ഭംഗിയുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ ചിരിക്കാൻ പഠിക്കുക. ഈ ക്ലാസ് കഴിഞ്ഞ് അങ്ങോട്ട് പോയി ആ വഴി കാണുന്നവരെല്ലാം ഇളിച്ചു പിടിച്ചോണ്ട്, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതൊന്നും അല്ലടേ, ഞാൻ വാടം പറഞ്ഞിരിക്കാന്ന് അതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ചിരിക്കാൻ പഠിക്കുക, ചിരിപ്പിക്കാൻ പഠിക്കുക. ഐ വിൽ ബി ഹാപ്പി, ഐ വിൽ മേക്ക് അതേഴ്സ് ഹാപ്പി, ഐ വിൽ നോട്ട് ഹർട്ട് അതേഴ്സ്. ഞാൻ ആരെയും ഹർട്ട് ചെയ്യത്തില്ല. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ആർക്ക്? നമുക്ക് ഓരോരുത്തർക്കും. അതുകൊണ്ട് കൗമാരം വളരെ ഈസി ആയിട്ട് കടത്തിവിടണം. ഓക്കെ? നന്നായിട്ട് കടത്തിവിടണം, നന്നായിട്ട് കടത്തിവിടണം. കൃത്യനിഷ്ഠയുള്ള പിള്ളേരായി, ദൈവസ്നേഹമുള്ള പിള്ളേരായി, മാതാപിതാക്കളുടെയും സഭയുടെയും സമൂഹത്തിൻ്റെയും അഭിമാനമായി മാറാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുള്ള തീരുമാനമെടുക്കാൻ ഇന്നത്തെ ഈ കൂടിവരവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ വിഷയം തീർക്കുക, ഇവിടെ അവസാനിപ്പിക്കുക. മടുത്തോ? ഇല്ല അല്ലേ? എന്നാൽ പിന്നെ പേടിക്കണ്ട, നിങ്ങൾക്ക് മൗണ്ട് എവറസ്റ്റ് വരെ കയറാൻ പറ്റും. കാരണം എന്ത് സഹിക്കാനുള്ള, ഏത് ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള തൻ്റെ ഇടമാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് കരുത്തിൻ്റെ പ്രതീകങ്ങളാവണം നമ്മൾ. വളച്ചാൽ വളയരുത്,
പെൺപിള്ളേരടാ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? കരുത്തിന്റെ പ്രതീകങ്ങളായിരിക്കണം. ഇവര് പറഞ്ഞില്ലേ സോണിയാഗാന്ധി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തൊരു ബോൾഡ് അവര് അല്ലേ? അതെ, അപ്പൊ നമുക്ക് നല്ല ബോൾഡായ പെൺപിള്ളേരാവാം. അഹങ്കാരികളെന്ന അധികപ്രസംഗികളെന്നല്ല അതിന്റെ അർത്ഥം കേട്ടോ. നല്ല അഭിമാനമുള്ള പെൺപിള്ളേരാവുക, അതുപോലെ തന്നെ ആണത്തമുള്ള ആൺപിള്ളേരാവുക കേട്ടോ. പറയുന്ന മനസ്സിലായോ? ചങ്കൂറ്റുള്ള ആൺപിള്ളേരാവുക, തന്നേടുള്ള ആൺപിള്ളേരാവുക, നന്മ നിറഞ്ഞ മനുഷ്യരാവുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം ഞാൻ എൻ്റെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ദിവസം വളരെ മനോഹരമായൊരു ദിവസമായി നിങ്ങൾക്ക് തീരട്ടെ എന്ന് ആശംസിക്കുന്നു.